ഒറ്റ രാത്രി തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലുള്ളത് 7 ചാപ്റ്റർ. പൊരുതിയേ പറ്റൂ. ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ കൈപിടിക്കാൻ മാക്സിഡോ നിങ്ങൾക്കൊപ്പമുണ്ട്. കെമിസ്ട്രിയുടെ ഈ മെഗാ മാരത്തോണിലൂടെ 7 ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാനും ഫിദാമിസും നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഈ ഒരു മാരത്തോണിലൂടെ കെമിസ്ട്രിയിൽ ഒരു A+ നേടിയെടുക്കാമെന്നുള്ളൊരു വിശ്വാസം, നിങ്ങൾക്ക് ഒരു A+ നേടിത്തരാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി ഒരു പേനയും പേപ്പറും എടുത്ത് ഈ ലൈവ് അവസാനിക്കുന്നത് വരെ എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സ്, 3 ക്വാണ്ടം നമ്പേഴ്സ്, പിന്നെ അതുപോലെ ഷെല്ലുകളുടെ എനർജി കണ്ടുപിടിക്കാൻ n+l വാല്യൂ വെച്ച് എനർജി കണ്ടുപിടിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പാണ്, ഏത് പീരീഡ് ആണ്, ഏത് ബ്ലോക്ക് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യനും, പിന്നെ അവസാനമായിട്ട് 4 ബ്ലോക്കുകളുടെയും സവിശേഷതകൾ. ഇങ്ങനെ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ചാപ്റ്റർ തീർക്കാം. ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വായിച്ചു നോക്കുക. ദ എലമെന്റ് എക്സ് ഹാവിംഗ് 3 ഷെൽ ബിലോങ്സ് ടു ഗ്രൂപ്പ് 17. അപ്പൊ തന്നെ നോക്ക്, ഒരു എലമെന്റ് എക്സ് എലമെന്റിന് 3 ഷെല്ലുകളുണ്ട്. എത്ര ഷെല്ലുകളാണ്? 3 ഷെല്ലുകളുണ്ട്. ബിലോങ്സ് ടു ഗ്രൂപ്പ് 7. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് പതറില്ലേ? കാരണം നേരെ തിരിച്ചാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറ്. ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ നേരെ തന്നിരിക്കുന്നത് 3ാമത്തെ ഷെല്ലിലാണ്, 17ാമത്തെ ഗ്രൂപ്പാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് 17ാമത്തെ ഗ്രൂപ്പാണ്. എത്രാമത്തെ ഗ്രൂപ്പാണ്? 17ാമത്തെ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പ് പറഞ്ഞാൽ ഏത് ബ്ലോക്കാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 13 തൊട്ട് 17 വരെ, 18 വരെ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സുകളാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു എലമെന്റ് പി ബ്ലോക്കിൽ ഉള്ളതാണെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. ഈ പി ബ്ലോക്കിലുള്ള എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പറുകൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അവസാനമായിട്ടുള്ള പി സബ്ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എടുക്കും, പ്ലസ് ഒരു 12 ചെയ്യും. അപ്പൊ നമുക്ക് ഗ്രൂപ്പിന്റെ നമ്പർ കിട്ടില്ലേ? പക്ഷേ ഇവിടെ ഗ്രൂപ്പ് 17 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 17ൽ നിന്നും 12 മൈനസ് ചെയ്യാം. അപ്പൊ അവസാനത്തെ പി സബ്ഷെല്ലിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര ഷെല്ലുണ്ട്, പിന്നെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 3 ഷെല്ലുള്ളത്. 3 ഷെല്ല് പറഞ്ഞാൽ KLM. അപ്പോൾ KLM ഇവിടെ നമുക്കൊരു ചെയ്ത് നോക്കാം. KLM. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പുതിയ പേജിൽ KL 1s2 ഉണ്ട്. പിന്നെ അടുത്ത് 2ാമത്തെ ഷെല്ല് 2s2 2p6. പിന്നെ നമ്മളെ 3ാമത്തെ ഷെല്ലിൽ 3s2 ഉണ്ടാവും. കാരണം അവസാനമായിട്ട് കയറുന്നത് പി ബ്ലോക്കിലല്ലേ, അവസാനമായിട്ട് കയറുന്നത് പി സബ്ഷെല്ലിലേക്കായിരിക്കും. 3p. നമ്മൾ അവസാനത്തെ സബ്ഷെല്ലിൽ എത്ര ഉണ്ട്? 5 ഇലക്ട്രോൺ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം ടു വിച്ച് ബ്ലോക്ക് ഡസ് ദിസ് എലമെന്റ് ബിലോങ്സ് ടു. സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ഏതാ? പി ബ്ലോക്ക് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് പീരിയഡ് നമ്പർ? പീരിയഡ് നമ്പർ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. 3 ഷെല്ലാണ്. എത്ര ഷെല്ലുണ്ടോ അത്രയും ആയിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വിത്ത് എക്സ് റിയാക്ട് വിത്ത് ആൻ ആറ്റം ഓഫ് എലമെന്റ് വൈ വിച്ച് ബിലോങ്സ് ടു ദ 3rd പീരിയഡ് ആൻഡ് ഹാസ് 1 ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് പി സബ്ഷെൽ. എടാ, അതിൽ നോക്കുമ്പോൾ അവസാന മൂലകത്തിന്റെ, അതായത് അവസാന ഷെല്ലുള്ളത് ആകെ 1 ഇലക്ട്രോൺ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. ചിലപ്പോൾ ഒന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് വാങ്ങും. അവസാനത്തെ സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ മിക്കവാറും കൊടുക്കുക ചെയ്യാം, വാങ്ങാറല്ല കേട്ടോ. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു, അപ്പോൾ മറ്റേ എലമെന്റ് 1 ഇലക്ട്രോൺ വാങ്ങണം. ഇവിടെ 1 ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, എക്സും ഉണ്ട് വൈയും ഉണ്ട്. വൈൻ്റെ അവസാനത്തിൽ ഒരു +1 ആണുള്ളത്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള എന്തായിരുന്നു? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു എലമെന്റ് ഒന്ന് വാങ്ങുക ചെയ്യുക, ഈ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ഒന്ന് വാങ്ങുക ചെയ്യുക. കാരണം ഇവിടെ ഒന്ന് കൊടുക്കുമ്പോൾ ഒന്നേ വാങ്ങാണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര എഴുതാണ്ടാവുള്ളൂ. എന്താ? കെമിക്കൽ ഫോർമുല എഴുതാൻ ഇവിടെ എക്സ് ആൻഡ് വൈ കിട്ടിയോ? ഇത്രയുള്ള ഈ ക്വസ്റ്റിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, അതിൽ നിന്ന് പീരീഡ് കണ്ടുപിടിക്കുന്നു, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നു, അത് ബ്ലോക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, പിന്നെ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട്
നമ്മൾ അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നു. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഇതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇതിൽ തന്നിട്ടുള്ള ഓരോന്നും എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യത്തെ Na2 എടുക്കാം. ഓക്കെ, Na2O. ഇതിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. -2 ആണ്. ഇത് നിങ്ങൾ സാധാരണയായിട്ട് ചെയ്തു വന്നിട്ടുണ്ടാകുക എക്സ് ഇട്ടിട്ട് അറിയാത്ത വാല്യൂവിന് എക്സ് ഇട്ടിട്ട് ആയിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ നമുക്ക് എക്സാം ഹാളിൽ ഇരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ ഓക്സിജൻ -2 ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള ഭാഗം +2 ആയിരിക്കണം. ഈ Na2ന് +2 ആയിരിക്കണം. ഓക്കെ, 2 Na-ക്ക് +2 ആണെങ്കിൽ 1 Na-ക്ക് എത്ര ആവണടാ? 1 Na-ക്ക് +1 ആവണം. കിട്ടിയോ? ആദ്യത്തെ കിട്ടിയോ? അപ്പോൾ ഇവിടെ ബ്രോമിനും ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. അങ്ങനെയെങ്കിൽ ബ്രോമിന് ഒരു ഹാലജൻ അല്ലടാ. ഹാലജൻ ആണെങ്കിൽ ബ്രോമിന് എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പൊ പൊട്ടാഷ്യത്തിന് +1. ഓക്കെ, ഇനി അടുത്തത് കാൽഷ്യം ഓക്സൈഡ് ആണ്. ഇവിടെ ഓക്സിജൻ നേരത്തെ പറഞ്ഞു -2 ആണ്. അപ്പൊ കാൽഷ്യത്തിന് എന്ത് വരണം? +2 വരണം. ഇവിടെ അവസാനമായിട്ട് MgCl2. ക്ലോറിൻ എപ്പോഴും -1 ആണ്. അങ്ങനെയെങ്കിൽ 2 ക്ലോറിന് -2 ആണ്. അപ്പൊ ഇവിടെ ആകെ ഒരു Mg അല്ലേ ഉള്ളൂ. ഈ ഒരു Mg +2 വരണം. ഇവിടെ 2 -2 ആണെങ്കിൽ ഇവിടെ ഒറ്റ Mg ഉള്ളൂ. ആ Mgക്ക് മൊത്തമായിട്ട് +2 വരണം. അപ്പൊ ഈ 4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചില്ലേ? ഇത്ര സിമ്പിൾ ആണ്. ഇത് എക്സും വൈയും ഇട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഭാഗത്ത് എന്തായാലും ചിലപ്പോൾ എക്സാം അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയുള്ള മനസ്സിലാക്കാൻ ഓക്സിജൻ ആണെങ്കിൽ -2 ആണ്, ക്ലോറിന്റെ ആണെങ്കിൽ -1 ആണ്, ബ്രോമിന്റെ ആണെങ്കിലും -1 ആണ്. ഇത്ര വേറെ കോമ്പൗണ്ട്സ് ഒന്നും നിങ്ങൾക്ക് തരാൻ സാധ്യതയില്ല. ഇനി അടുത്തതാണ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് എൻ ആറ്റം ഈസ് ആഡഡ് ടു ദ 3D സബ്ഷെൽ. ഓക്കെ, 3D സബ്ഷെല്ലിലേക്കാണ് അവസാനമായിട്ടുള്ള ഇലക്ട്രോൺ ചേർത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? 3D സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ കയറിയിട്ടുള്ളെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, there are 7 electron in this subshell. 3Dയിൽ അപ്പോൾ ലാസ്റ്റത്തെ 3Dയിൽ 7 ആൾക്കാരുണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. എന്നിട്ട് നമ്മളോട് ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? എന്തായിരിക്കും അറ്റോമിക് നമ്പർ? ഒന്ന് നോക്കുക. എടാ, 3Dയിലേക്ക് ഇലക്ട്രോൺ കയറണമെങ്കിൽ അതിന്റെ മുന്നത്തെ ബാക്കിയുള്ള എല്ലാ സബ്ഷെല്ലിലും കയറണ്ടേ? ബാക്കി എത്ര ഉണ്ട്? 1s2 ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്. ഇതിലൊക്കെ ഇലക്ട്രോൺ കയറി കഴിഞ്ഞാൽ 1s2, 2p6, 3s2, 3p6 മൊത്തം എത്രണ്ണായി? 18 ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് എഴുതും? ആർഗൺ എഴുതി വെച്ചാൽ മതി. അതെല്ലാവർക്കും അങ്ങനെ ഒരു സിമ്പൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം 3d7 മതിയോ? 3d7ലേക്കാണോ പിന്നെ ഇലക്ട്രോൺ കയറുക? അല്ല, നമുക്കറിയാം എനർജി വെച്ച് നോക്കുമ്പോൾ 4s2-നാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എനർജി 4s-നാണ്. അപ്പോൾ 4s2-ൽ 2 ഇലക്ട്രോൺ കയറും. അതിനുശേഷമാണ് 3Dയിലേക്ക് 7 ഇലക്ട്രോൺ കയറുക. അപ്പോൾ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ ആർഗൺ എത്തിയപ്പോൾ 18 ഇലക്ട്രോൺ ആയി. അതിനുശേഷം 4s2 20 ആയി. ലാസ്റ്റ് 3d7 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 27 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാടാ? അറ്റോമിക് നമ്പർ ഈക്വൽ ടു ടോട്ടൽ 27 ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോടാ. റൈറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതല്ലേ നമ്മളിപ്പോൾ എഴുതിയത്? ഓക്കെ, നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ടു വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ്സ് ടു? ക്വസ്റ്റ്യൻ തന്നെ പറയേണ്ട അവസാനത്തെ ഇലക്ട്രോൺ ഡി ബ്ലോക്കിലേക്ക് കയറിയെന്ന്. പിന്നെ നമുക്ക് കൂടുതൽ ആലോചിക്കാനുണ്ടോ? ഡി ബ്ലോക്ക് എലമെന്റ്സിലാണ്. ഓക്കെ, ഈ ഫൈൻഡ് ഇറ്റ്സ് പീരിയഡ് നമ്പർ. പീരിയഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? പീരിയഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? അവസാനത്തെ ഇലക്ട്രോൺ അല്ല, ഏറ്റവും അവസാനത്തെ സബ്ഷെൽ അല്ലെ ഷെല്ലിന്റെ KL ആണോ L ആണോ M ആണോ N ആണോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പീരീഡിന്റെ. ഇപ്പോൾ 1s2 2s2 2p6 ആണെങ്കിൽ അവിടെ 1s2 2s2 2p6. ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? 2 അല്ലേ? അപ്പോൾ ഈ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പീരീഡ് നമ്പർ എന്നാണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നേരത്തെ എഴുതിയിരുന്നു ആർഗൺ കഴിഞ്ഞതിന് ശേഷം 4s2 3d7. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാടാ? 3 ആണോ 4 ആണോ? 4 അല്ലേ? അപ്പൊ പീരീഡ് നമ്പർ 4 ആണ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ. ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 4 ബ്ലോക്കിന്റെയും ഗ്രൂപ്പ് നമ്പറുകൾ കണ്ടുപിടിക്കേണ്ട എങ്ങനെയെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എസ് ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ? 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, അങ്ങനെ എസ് ബ്ലോക്ക് കിട്ടും. പി ആണെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ +12. അത് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ അത് വെച്ച് നമുക്ക് ഗ്രൂപ്പ് കിട്ടും. പക്ഷെ ഡി ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ എസ് സബ്ഷെല്ലിലെയും ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടുക. അപ്പോൾ 2 + 7 എത്രയാ? 9.
അപ്പൊ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? എസിലെയും അവസാനത്തെ എസിലെയും ഡിയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിയുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. എഫ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ ചോദിക്കില്ല. അത് എക്സാമിന് അങ്ങനത്തെ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ, അതായത് കുറച്ച് ടഫാണ് എഫ് ബ്ലോക്കിന്റെ കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ionization enthalpy of S block elements are lower than that of P block elements. What is ionization enthalpy? അയണൈസേഷൻ എൻതാൽപ്പി ഇതൊരു പ്രോപ്പർട്ടി അല്ലേ? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾക്ക് ഇപ്പോൾ ഒരു ഷെല്ലുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ഇലക്ട്രോൺ ഉണ്ട്. ഇതിൽ ഈ കാണുന്ന അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ എത്ര എനർജി ആവശ്യമുണ്ടോ ആ എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതി വെച്ചാലും വിഷയമല്ല, മനസ്സിലാക്കിയാൽ മതി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും മിനിമം എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാതെ പഠിക്കണമെങ്കിൽ കാണാതെ പഠിക്കാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഡെഫിനിഷൻ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് എലമെന്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഏതായിരിക്കും? അയണൈസേഷൻ എൻതാൽപ്പി ഇത് പീരിയോഡിക് ബ്ലോക്കാണ്, പീരിയോഡിക് ടേബിൾ ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി അയണൈസേഷൻ എൻതാൽപ്പി ഇങ്ങനെ പീരീഡുകളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയാണോ കുറയാണോ? കുറയല്ലടാ, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി പീരീഡിൽ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? കാരണം ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഷെൽ നമ്പർ കൂടും. താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ഷെല്ലാണെങ്കിൽ രണ്ടാമത്തിൽ 2 ഷെല്ല് വരും, 3 ഷെല്ല് വരും. അപ്പോൾ കുറച്ച് എനർജി മതി, ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ കുറച്ച് എനർജി മതി. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഷെല്ലിന്റെ അളവ് അല്ലെങ്കിൽ ഷെല്ലിന്റെ എണ്ണം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ ഇലക്ട്രോൺസിന്റെ അളവ്, ന്യൂക്ലിയർ എനർജി കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ വലിപ്പം കുറഞ്ഞു വരിക. ഓക്കെ, വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും ഈ ഒരു എൻഡിൽ എത്തുമ്പോഴേക്ക് നമ്മുടെ ഏറ്റവും അവസാന ഗ്രൂപ്പിലുള്ള ഈ എലമെന്റ്സ് എത്തുമ്പോഴേക്ക് എന്താവും? ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആർക്കായിരിക്കും? 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനായിരിക്കും. ഓക്കെ, 18ാമത്തെ ഗ്രൂപ്പിൽ. ഇപ്പൊ രണ്ടാമത്തെ പീരീഡിൽ 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആ എലമെന്റിന്റെ പേരെന്താടാ? ഫസ്റ്റ് ഏറ്റവും മേലെ ഹീലിയമാണ്. രണ്ടാമത്തേത് സെക്കൻഡ് പീരീഡിലാണെങ്കിൽ അത് നിയോൺ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ആറ്റംസ് ഓഫ് എലമെന്റ്സ് എ ആൻഡ് ബി ഈച്ച് ഹാവ് 3 ഷെൽ. 3 ഷെല്ലുകളുണ്ട്. എലമെന്റ് എ ബിലോങ്സ് ടു ഗ്രൂപ്പ് 13 ആൻഡ് എലമെന്റ് ബി ബിലോങ്സ് ടു ഗ്രൂപ്പ് 16. ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് രണ്ടും ഏത് ബ്ലോക്കാടാ? പി ബ്ലോക്ക് ആണ്. ഓക്കെ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. എയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എ 13ാമത്തെ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പി ബ്ലോക്കിൽ 13ാമത്തെ ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 13 എന്ത് ചെയ്യും? 12 മൈനസ് ചെയ്താൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 1 ഉണ്ട്. 3 ഷെല്ലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതാം, 1s2 2s2 2p6 3s2 3p1. ഓക്കെ, മനസ്സിലായോ? ഇത് എങ്ങനെ ചെയ്തതെന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വിച്ച് ബ്ലോക്ക് ഡു ദിസ് 2 ഗ്രൂപ്പ്? ഏതാ? പി ബ്ലോക്ക് അല്ലേ? വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്സ്? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 തന്നു. അപ്പൊ നിർബന്ധമായിട്ടും എന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +1 ആയിരിക്കും. വേറെ നമ്മൾ എക്സ് ഇട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ഈസ് ഗിവൺ. ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് എക്സ്? എന്ത് ചെയ്താൽ മതി? ഇതെടുത്ത് എണ്ണി നോക്കിയാൽ മതി. ഇവിടെ 3p6 വരെ 18 ഉണ്ട്. 3p6 വരെ 18 ഉണ്ട്. അതിനുശേഷം 3d5ൽ 5ഉം 4s2ൽ 2ഉം 5ഉം 2ഉം 7. 18ഉം 7ഉം എത്രയാ? 25 ആണ് എക്സിന്റെ അറ്റോമിക് നമ്പർ. ഇനി അടുത്തത്, ഫൈൻഡ് ദ ഗ്രൂപ്പ് ടു വിച്ച് എക്സ് ബിലോങ്സ് ടു. ഇതിൽ നോക്കുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണ് കയറുന്നത്? ഡിയിലല്ലേ? ഡിയിൽ കയറുകയാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനത്തെ ഡി സബ്ഷെല്ലിലെയും എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇവിടെ 5 ആണ് ഡി സബ്ഷെല്ലിലുള്ളത്, 2 ആണ് എസ് സബ്ഷെല്ലിലുള്ളത്. അപ്പൊ നേരെ മൊത്തം 7. അപ്പോൾ ഇത് എത്രാമത്തെ ഗ്രൂപ്പാടാ? 7ാമത്തെ ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് ഏത് ബ്ലോക്ക് ആണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓരോ ബ്ലോക്കിനും ഓരോ രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. ഇനി അടുത്തത്, an element A belongs to fourth period. It has 3 electron in its 3D subshell. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമ്മളെ മനസ്സിൽ ആ ഒരു ചിത്രം വരണം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. എന്ത് ചെയ്യൂടാ? 4th പീരീഡ് എന്ന് പറഞ്ഞാൽ
അവിടെ അവസാനത്തെ ഷെല്ലിന്റെ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ഓക്കെ, ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺസ് ഇൻ ദ 3D സബ്ഷെൽ. 3D സബ്ഷെല്ലില് മൊത്തം 3D സബ്ഷെല്ലില് എത്രയുണ്ട്? 3 ഉണ്ട്. എടാ 3Dയിലോട്ട് കയറണമെങ്കിൽ ആദ്യം ഫോറസ്റ്റിലേക്ക് കയറണം. അപ്പോൾ ഇതിന്റെ മുന്നേ എന്തായാലും ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൽ 2 ഇലക്ട്രോൺ കയറിയിട്ടുണ്ടാവും. എന്നാലല്ലേ 3Dയിലേക്ക് 3 കയറുള്ളൂ. ഇനി ഫോറസ്റ്റിന്റെ മേലോട്ട് അങ്ങോട്ട് ഉണ്ടാവില്ല. കാരണം 3Dയിൽ 3 കയറിയിട്ടുള്ളൂ. ശരിക്കും 3Dയിൽ എത്ര വരെ കയറാം? 10 ഇലക്ട്രോൺ വരെ കയറാം. 3Dയിൽ 5 ഓർബിറ്റലുള്ളത്. അതിന്റെ എൽ വാല്യൂ 5 ആണ്. 12+1 വാല്യൂ 5 ആണ്. നമ്മൾ കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. ഒരു ഓർബിറ്റലിൽ 2 വെച്ചിട്ട് 3Dയിൽ മൊത്തം 10 ഇലക്ട്രോണിന്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഇവിടെ 3 കയറിയിട്ടുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് ഇലക്ട്രോൺ കയറിയത് 3Dയിലാണ് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ 3Dന്റെ മുന്നേ ഫോറസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം 4th പീരീഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇതിന്റെ മുന്നിൽ എത്ര സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്? നമുക്കറിയാലോ, ആർഗന്റെ ആ ഒരു 18 വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും മുന്നിൽ ഉണ്ടാവുക. അത് എഴുതിയാൽ നമുക്ക് ഒന്നാമത്തെ ആൻസർ ചെയ്യാൻ പറ്റും. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദ ബ്ലോക്ക് ടു വിച്ച് എ ബിലോങ്സ് ടു. അതായത് എ ഏത് ബ്ലോക്കിലാണുള്ളത് ആ ബ്ലോക്കിനുള്ള 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞത്. ഡി ബ്ലോക്കിന് കുറേ സവിശേഷതകളുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചേക്കേണ്ട ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കളേർഡ് കോമ്പൗണ്ട്സ്. എന്താണ് കളേർഡ് കോമ്പൗണ്ട്സ്? ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. നിറമുള്ള കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ ആർക്ക് പറ്റും? ഡി ബ്ലോക്ക് എലമെന്റ്സിന് പറ്റും. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഈ 2 പ്രോപ്പർട്ടി നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. മാത്രമല്ല, എന്തുകൊണ്ട് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി കാണിക്കുന്നു എന്ന് ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു 2 മാർക്കിനോ 1 മാർക്കിനോ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് വഴിയെ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നു, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡഡ് ഇൻ ഡി ബ്ലോക്ക്. അല്ലടാ, 1 2 എസ് ബ്ലോക്ക്, 3 to 12 ഡി ബ്ലോക്ക്, 13 to 18 പി ബ്ലോക്ക്, താഴെയുള്ളത് എഫ് ബ്ലോക്ക്. അറിയാലോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റാ. സ്റ്റേറ്റ്മെന്റ് 2, പി ബ്ലോക്ക് എലമെന്റ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് പീരിയോഡിക് ടേബിൾ. ആണോടാ? പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ കിടക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണോ? അല്ലല്ലോ, എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ. ഇനി അയനൈസേഷൻ എന്താൽപി ഇൻക്രീസസ് ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ്. ആണോ? ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് അയനൈസേഷൻ എന്താൽപി എന്ത് ചെയ്യും? കുറയും. കാരണം സെല്ലിന്റെ എണ്ണം കൂടും. അപ്പോൾ ആ ആറ്റത്തിന്റെ വലിപ്പം കൂടും, അതിന്റെ ന്യൂക്ലിയർ എനർജി കുറയും. അപ്പൊ അതിനനുസരിച്ച് അയനൈസേഷൻ എന്താൽപിയും കുറയണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളൂ ശരി, രണ്ടാമത്തതും മൂന്നാമത്തതും തെറ്റാണെന്ന് വെച്ചിട്ട് ഈ ഓപ്ഷനിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് 22 ആണ്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ്. ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്സ് ടു? ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പെട്ടെന്ന് എഴുതുമ്പോൾ ആർഗൺ എഴുതും. പിന്നെ ബാക്കി ഫോറസ്റ്റ് ഉണ്ട്, 3D2 ഉണ്ട്. എന്നാലല്ലേ 22 ഫുൾ ആവുള്ളൂ. വിച്ച് ഗ്രൂപ്പ്? ഇത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മനസ്സിലാവും. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? എസിലെയും ഡിയിലെയും ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ 2+2 = 4 ആണ്. കിട്ടിയില്ലടാ. ഇനി അടുത്തത് വിച്ച് ഓർബിറ്റൽ ഈസ് ഫിൽഡ് ആഫ്റ്റർ 3p അക്കോർഡിംഗ് ടു ദ n+l വാല്യൂ. എടാ, ഇതെന്തായാലും ചോദിക്കും. ഇതൊരു മാർക്കിന് ചോദിക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. n+l വാല്യൂ. എടാ, ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു ക്വാണ്ടം നമ്പേഴ്സ്. 3 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്, അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്. n എന്ന് പറയുന്നത് എന്താടാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാ. പ്രിൻസിപ്പൾ, അതായത് നമ്മുടെ ഷെല്ലിന്റെ വാല്യൂസ് K L M N O ഇല്ല, n വരെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് L എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അതിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് ഷോ ചെയ്യുന്ന ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇത് അസിമുത്തലാണ്. ഇനി നമുക്ക് ഒരു സബ്ഷെല്ല് തന്നെയാണ്. ഈ സബ്ഷെല്ലിന്റെ എനർജി കണ്ടുപിടിക്കാൻ ഇതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെയും അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എനർജി കിട്ടും. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള വിച്ച് ഓർബിറ്റൽ ഈസ് ഫിൽഡ് ആഫ്റ്റർ 3p. 3p എന്ന് പറയുമ്പോൾ അതിന്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ n വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. p യുടെ l വാല്യൂ എത്രടാ? sp 2 ആണോ? അല്ലല്ലോ. കാരണം l വാല്യൂ എഴുതുമ്പോൾ നമ്മൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 1 2 3 അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എസിന് 0യും പിക്ക് 1 ആണ്. അപ്പോൾ നമ്മുടെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 3+1 4 ആണ്. അപ്പോൾ 4ന് മുകളിൽ വരുന്ന തൊട്ട് മുകളിൽ വരുന്ന ആ ഒരു എനർജി നമുക്ക് ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3p കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫോറസ്റ്റിലേക്കാണ് ചേർക്കുക. എന്നാലും ഒന്ന് എഴുതി നോക്കാം. അതിന്റെ n വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. എസിന്റെ
വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്, അതായത് L വാല്യൂ 0 ആണ്. അപ്പോൾ 4 + 0 = 4 തന്നെ കിട്ടി. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കാൽഷ്യം ഈസ് ആർഗൺ 4s2. ആണോടാ? കാൽഷ്യത്തിന്റെ ആർഗൺ 4s2 ആണോ? അല്ലല്ലോ, കാൽഷ്യം 30 അല്ലേ. അപ്പോൾ ആർഗൺ കഴിഞ്ഞിട്ട് 2 ഇലക്ട്രോൺ നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം 20 ആണ്. ഓക്കെ, കാൽഷ്യത്തിന്റെ കറക്റ്റ് ആണ്. കാൽഷ്യം ബിലോങ്സ് ടു പീരീഡ് 4 ആൻഡ് ഗ്രൂപ്പ് 2 ആണോ? ഒന്ന് എഴുതി നോക്കുക. ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വർക്കായിട്ട് എടുക്കുക. കാരണം ഇതുപോലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത്, ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ പ്രസന്റ് ഇൻ ദ എൻ ഷെൽ. എടാ, ഷെൽ വൈസ് നോക്കുമ്പോൾ K L M N, ഇത് 4ാമത്തെ ഷെല്ലല്ലേ. ഇതിന്റെ എൻ വാല്യൂ എന്ന് പറയുമ്പോൾ ആദ്യത്തിന്റെ 1 2 3 4. എൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഓർബിറ്റൽസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? എൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ 2n² എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാ? അപ്പോൾ എടാ, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വെച്ചിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 2 കളഞ്ഞാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയാൻ n² കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 4 ആണ്. 4ന്റെ സ്ക്വയർ = 16. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി? ഏതാടാ ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി? ഞാൻ നേരത്തെ പറഞ്ഞു, 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആ എലമെന്റ്സിനാണ് നമ്മൾ ഏറ്റവും അവസാനം കിടക്കുന്ന ആ 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആ എലമെന്റ്സിനാണ് ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി കാണിക്കുക. കാരണം അവർക്ക് ന്യൂക്ലിയർ എനർജി കൂടുതലായിരിക്കും. ഇതിൽ ഏറ്റവും അവസാനം 18ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന ആ ഒരു എലമെന്റ് ഏതാടാ? ലിഥിയം ആണോ, ഓക്സിജൻ ആണോ, ഫ്ലൂറിൻ ആണോ, നിയോൺ ആണോ? ഹീലിയം, നിയോൺ, ആർഗൺ അങ്ങനെയല്ലടാ 18ാമത്തെ ഗ്രൂപ്പിൽ പോണത്. അങ്ങനെയെങ്കിൽ നിയോൺ അല്ലേടാ ആൻസർ. ഇവിടെ നിയോൺ അല്ലേ ആൻസർ. ഓക്കെ, നിയോൺ ആണ് ആൻസർ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓക്കെ, റയർ എർത്ത് എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് 17 elements including 15 elements of lanthanoids. എടാ, എന്താടാ റയർ എർത്ത് എലമെന്റ്സ്? ഭൂമിയിൽ റയർ ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ്സ് ആണോ? അല്ല. റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ F ബ്ലോക്ക് എലമെന്റ്സിലുള്ള കുറച്ച് എലമെന്റ്സ്, ഒരു 17 എലമെന്റ്സ് ആണ്. ഈ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പ്രത്യേകതകളുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ. അതിന്റെ അവൈലബിലിറ്റി കുറവായിട്ടല്ല റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഭൂമിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ അതർ 2 elements ഇൻക്ലൂഡഡ് ആസ് റയർ എർത്ത് എലമെന്റ്സ്? ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. അതർ 2 എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൽ 17 elements റയർ എർത്ത് എലമെന്റ്സ് ആണ്, 15 ലാന്തനോയിഡ്സ് ആണ്. ഈ ലാന്തനോയിഡ്സ് അല്ലാത്ത ആക്ടിനോയിഡ്സിലുള്ള 2 elements ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സ്കാൻഡിയം ആണെടാ, ഒന്ന് സ്കാൻഡിയം ആണ് SC. പിന്നെ ഒന്ന് ഇട്രിയം. ഓക്കെ, വൈ. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? വൺ ഓഫ് ദ മെയിൻ ഓർ ഓഫ് റയർ എർത്ത് എലമെന്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ കോസ്റ്റൽ ഏരിയാസ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ അവസാനം F ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകളിൽ ഒരു ചുവന്ന കോളത്തിൽ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ കേരളത്തിൽ കാണപ്പെടുന്ന ആ ഒരു റയർ എർത്ത് എലമെന്റിന്റെ പേര് പറയുന്നുണ്ട്. അതാണ് മൊണാസൈറ്റ്. ഓക്കെ, മൊണാസൈറ്റ്. ഇനി അടുത്തതാണ് മെൻഷൻ ദ യൂസ് ഓഫ് റയർ എർത്ത് എലമെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നോളജി. എന്തിലൊക്കെ യൂസ് ചെയ്യും? LCD സ്ക്രീൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, നമ്മുടെ മൊബൈൽ ഫോണിന്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് രംഗത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏതെങ്കിലും 2 എഴുതി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ബിലോങ്സ് ടു F ബ്ലോക്ക് എലമെന്റ്സ് ആണല്ലോ. ഓക്കെ, വിച്ച് എലമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ട്രോങ് മാഗ്നറ്റ്? നിയോഡിയം അല്ലേടാ, നിയോഡിയം അല്ലേ. ഇനി അടുത്ത്, റൈറ്റ് ദ യൂസ് ഓഫ് സീറിയം ആൻഡ് ലാന്തനം. സീറിയം ആൻഡ് ലാന്തനം എന്തായിട്ടാണ് യൂസ് ചെയ്യുക? ആസ് എ കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. എന്തിലാ? പെട്രോളിയം ഇൻഡസ്ട്രിയിൽ. ഇനി ഓക്കെ, കിട്ടി. ഇനി അടുത്തത്, റൈറ്റ് ദ നെയിം ഓഫ് എലമെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. നമുക്ക് എപ്പോഴും അറിയുന്ന പോലെ യുറാനിയവും തോറിയവും എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ ഈ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇവിടെ അവസാനത്തെ ക്വസ്റ്റ്യന് മാംഗനീസിനെ കുറിച്ചാണ്. അറ്റോമിക് നമ്പർ ഓഫ് മാംഗനീസ് 25 തന്നിട്ടുണ്ട്. ഓക്കെ, അറ്റോമിക് നമ്പർ ഓഫ് മാംഗനീസ് 25 തന്നിട്ടുണ്ട്. ഇനി അത് വെച്ച് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഇറ്റ്സ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്. എന്താണ്? ആർഗൺ വരെ ഇങ്ങനെ നമ്മൾ സിമ്പിൾ വെച്ച് എഴുതും. പിന്നെ നേരെ കയറുന്നത് 4s2യിലേക്കാണ്. പിന്നെ 3d5 ഉണ്ട്. ഓക്കെ, കിട്ടിയോ? ഇനി എന്താ? ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ MnCl2. എടാ, അവിടെ Cl2 ആണ്. ഒരു Cl ആണെങ്കിൽ -1. ഇപ്പൊ 2 Cl ആണെങ്കിൽ -2. ഇവിടെ മാംഗനീസ് ഒരാളുള്ളൂ. ഈ -2ന്റെ ആ ഒരു ബാധ്യത മുഴുവൻ മാംഗനീസ് വഹിക്കണം. അങ്ങനെയെങ്കിൽ മാംഗനീസിന് +2 ആയിരിക്കണം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, കിട്ടിയോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത
ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Mn4+. എടാ Mn4+ എന്ന് പറഞ്ഞാൽ ഈ മാംഗനീസ് 4 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു അയണിനെയാണ് Mn4+ എന്ന് പറയുക. അപ്പൊ 4 ഇലക്ട്രോൺ കൊടുക്കണം. നമ്മൾ പറഞ്ഞു ഇവിടെ ആർഗണ് 4s2 3d5 അങ്ങനത്തെ, അതായത് Mn4+ അല്ലെങ്കിൽ Mn2+ ഇങ്ങനെയൊക്കെ തന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം, അതായത് ഇലക്ട്രോൺ കൊടുത്തല്ലോ, 4 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത് ഡി സബ്ഷെല്ലിലേക്കാണ്. അപ്പോൾ ഡി സബ്ഷെല്ലിൽ നിന്നല്ലേ അവസാനം കൊടുക്കുക. പക്ഷേ ഏറ്റവും പുറമുള്ളത് ഡി സബ്ഷെല്ലല്ല. ഡി സബ്ഷെല്ലിന് ഏറ്റവും കൂടുതൽ എനർജി എന്നുള്ളൂ. ഇവിടെ ഏറ്റവും പുറമുള്ളത് 4s ആണ്. അപ്പോൾ 4s-ത്തെ 2 ഇലക്ട്രോൺ ആദ്യം കൊടുക്കും. ബാക്കി 2 കൂടി കൊടുക്കണ്ടേ, അത് 3d എന്നും കൊടുക്കും. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ 4s2 ഉണ്ടാവില്ല, പിന്നെ 3d3 ആയിരിക്കും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത, വൈ ഡസ് ഡി ബ്ലോക്ക് എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം. എടാ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മാംഗനീസിന്റെ കേസിന് എടുക്കാം. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ ആർഗണ് 25 ആയിരുന്നില്ലേ, ആർഗണ് പിന്നെ 4s2 3d5 ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു മാംഗനീസിന് ഞാനൊരു റിയാക്ഷന് വേണ്ടി പറഞ്ഞേക്കാണെങ്കിൽ ഈ റിയാക്ഷനിൽ 4s-നും 3d-ക്കും ഏകദേശം ഒരേ എനർജി ലെവൽ ആയതുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ രണ്ടിലെയും ഇലക്ട്രോൺസ് ഒരുപോലെ പങ്കെടുക്കും. രണ്ടിലെയും ഇലക്ട്രോൺ ഒരുപോലെ റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെൻ ദീസ് ഡി ബ്ലോക്ക് എലമെന്റ്സ് റിയാക്ട് വിത്ത് അല്ലെങ്കിൽ ടേക്ക് പാർട്ട് ഇൻ റിയാക്ഷൻ, ദ ഔട്ടർമോസ്റ്റ് ദീസ് ഇലക്ട്രോൺസ് ഫ്രം ഔട്ടർമോസ്റ്റ് ഡി സബ്ഷെൽ ആൻഡ് എസ് സബ്ഷെൽ വിൽ ടേക്ക് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. അവസാനത്തെ ഡി സബ്ഷെല്ലിലെയും എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ചെയ്യും. ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇവിടെ Fe2Cl3 പിന്നെ അതുപോലെ Fe2Cl4 അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടാവും. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം ഇതാണ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു 3rd ചാപ്റ്ററിലുള്ള ഏകദേശം എല്ലാ കോൺസെപ്റ്റും ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ അതിലുള്ള ഏകദേശം എല്ലാ കൺസെപ്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. ഇറ്റ്സ് മീ ഫിദ. മാക്സിഡോയുടെ SSLC മോഡൽ എക്സാം സ്പെഷ്യൽ കെമിസ്ട്രി മാരത്തണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1, 2 and 7-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അധികം സംസാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. Consider the Haber process for the manufacture of ammonia. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന്റെ മാനുഫാക്ചറിങ്ങിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. എന്താണ്? N2+3H2 gives 2NH3+ ഹീറ്റ്. അതായത് ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദി എഫക്ട് ഓൺ ദി കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ എഫക്ട് എന്താണ്? വാട്ട് വിൽ ബി ദി എഫക്ട് ഓൺ ദി കെമിക്കൽ ഇക്വിലിബ്രിയം ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. അതാ ഈ ഇക്വിലിബ്രിയം റിയാക്ഷനില് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു സിസ്റ്റം ടെമ്പറേച്ചറിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കും അല്ലെ. ടെമ്പറേച്ചറിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കും. സോ ഇവിടെ നോക്കിക്കേ, ഫോർവേഡ് റിയാക്ഷൻ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ വീണ്ടും കൂടും. സോ നമുക്കിവിടെ വേണ്ടത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ടെമ്പറേച്ചറിനെ കുറച്ചിട്ട് ആ ഒരു എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുകയാണ് വേണ്ടത് അല്ലെ. സോ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ബാക്ക്വേർഡിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. സോ പ്രഷർ ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഈ പ്രഷർ എന്ന് പറയുമ്പോഴത്തേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു റിയാക്ടന്റിന്റെ സൈഡില് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 3, ഇവിടെ 1 അല്ലേ. അപ്പം 4 മോൾസ് ആണുള്ളത് അല്ലെ. 4 മോൾസ്. ഇവിടെ 2 മോൾസ് ആണുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത്
പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം നോക്കും. ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും സിസ്റ്റം അല്ലെ. സോ പ്രഷർ റിയാക്ടന്റ് സൈഡിൽ കൂടുതലാണ്, അതായത് 4 മോൾസ് ഉണ്ട് അല്ലെ. 4 മോൾസ് ഉണ്ടാവുമ്പോൾ അവർ തമ്മിലുള്ള കൊളീഷൻ വളരെയധികം കൂടുതലായിരിക്കും. സോ പ്രഷർ കൂടുതലാണ്. സോ പ്രഷർ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക്വേർഡ് റിയാക്ഷൻ വേണം നടക്കാൻ വേണ്ടിയിട്ട്. Okay, next B question. Consider the reversible reaction 2SO2 plus O2 gives 2SO3 plus heat എന്നുള്ളതാണ്. സോ ഇതും ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ എഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഈ പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാല് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഓക്കെ, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാല് എന്തായിരിക്കും സംഭവിക്കാൻ നോക്കിയേ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അല്ലെ. പ്രഷർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം ഇവിടെ നോക്കിക്കേ. ഇവിടെ ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ എഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ഡിക്രീസ് ഇൻ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവർ ചെയ്യണം അല്ലെ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എഫക്ട് ദ ഡീകമ്പോസിഷൻ ഓഫ് SO3. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അല്ലെ. ടെമ്പറേച്ചറിനെ ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അതും ബാക്ക്വേർഡ് റിയാക്ഷനാ, അതായത് എൻഡോതെർമിക് റിയാക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്. ഇവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മുടെ ഈ പാർട്ട് ക്വസ്റ്റ്യൻ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദി മെയിൻ ചെയിൻ. മെയിൻ ചെയിനില് ഹൗ മെനി കാർബൺ ആറ്റംസ്, എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. സോ ഇതിൽ ഏത് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക? 1 2 3 4 5 6. അതായത് മെയിൻ ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളതാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വേണം. ഓക്കെ, സോ 6 ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതായത് ഇവിടെ ഇത് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിന് ബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിൻ ആണ് ഇതല്ലേ, ബ്രാഞ്ചഡ് ചെയിൻ. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഇതെന്താണ്? ഇത് ഈഥെയ്ൻ ആണ്. സോ ഈഥെയ്ൻ ആണ് എന്തെന്ന് പറയുന്നത്? നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, CH ട്രിപ്പിൾ ബോണ്ട് CH is an alkyne. എന്താണ്? CH ട്രിപ്പിൾ ബോണ്ട് CH is an alkyne. Starting from this alkane, how are the following compounds formed? അതായത് നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതൊരു ആൽക്കൈൻ ആണ് അല്ലെ. എന്താണ്? ആൽക്കൈൻ ആണ്. CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ഒരു ആൽക്കൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രോഡക്റ്റ് ഇവിടെ നോക്കി എ പാർട്ടിൽ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 എന്നുള്ളതാണ്. ഓക്കെ, ഈ കോമ്പൗണ്ട്, അതായത് ഈ ഒരു ആൽക്കെയിൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു സിംഗിൾ ബോണ്ട്, രണ്ട് സിംഗിൾ ബോണ്ട്സിന് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം അല്ലെ. എന്നാലാണ് നമുക്കൊരു ആൽക്കെയിനെ കിട്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? H2 മോളിക്യൂൾസിനെ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 2H2 മോളിക്യൂൾസിനെ വേണം ആഡ് ചെയ്യാൻ. അതായത് ഒരു H2 മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അടുത്ത H2 മോളിക്യൂൾസ് എന്ത് ചെയ്യും? അടുത്ത ബോണ്ടും ബ്രേക്ക് ചെയ്യും. സോ CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് ആൽക്കൈൻ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഈ ഒരു ആൽക്കൈൻ തന്നെയാണ്. പ്രോഡക്റ്റ് സൈഡിൽ എന്ത് കിട്ടുന്ന പറഞ്ഞേ? CH-Cl2 സിംഗിൾ ബോണ്ട് CH-Cl2 എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെയും
രണ്ട് സിംഗിൾ ബോണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ രണ്ട് സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ അല്ല നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുക. കാരണം ഇവിടെ CHCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സോ നമുക്ക് ഇവിടെ ആരെ ആഡ് ചെയ്യണം, Cl2 മോളിക്യൂൾസിനെ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എത്ര, 2Cl2 മോളിക്യൂൾസിനെ വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, സോ ഒരു Cl2 മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഒരു സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അടുത്ത Cl2 മോളിക്യൂൾ അടുത്ത സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതായത് ഒരു ബോണ്ടിൽ നമുക്കറിയാം രണ്ട് ആറ്റംസ് ചേർന്നുള്ള ഒരു ബോണ്ട് ഉണ്ടാവുന്നത്. സോ ഈ Cl2 രണ്ട് ആറ്റംസ് ഉണ്ട്, ഈ രണ്ട് ആറ്റംസും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CHCl2 CHCl2. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഇത് CH2 ഡബിൾ ബോണ്ട് CHCl എന്നുള്ളതാണ്. എന്താണ്, CH2 ഡബിൾ ബോണ്ട് CHCl. എങ്ങനെയാണ് ഈ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH തന്നെയാണ്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് CH2 പ്രോഡക്റ്റിൽ തന്നിട്ടുണ്ട് CH2 ഡബിൾ ബോണ്ട് CHCl എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അതായത് HCl ആണ് ആഡ് ചെയ്യേണ്ടത്. HCl ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നതാണ്, CH2 ഡബിൾ ബോണ്ട് CHCl. അതായത് ഇവിടെ ഒരു ബോണ്ട് മാത്രമേ ബ്രേക്ക് ചെയ്യുന്നുള്ളൂ, അതായത് ഒരു ആൽക്കൈന് ഒരു ആൽക്കീനായി മാറുകയാണ് അല്ലെ. ആൽക്കൈന് ഒരു ആൽക്കീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PVC പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഓക്കെ, പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രോസസ്, അതൊരു പോളിമർ ആണ്. ഇതെന്താണ്, വിനൈൽ ക്ലോറൈഡ് ആണ്. സോ വിനൈൽ ക്ലോറൈഡ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് PVCനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. CHO എന്ന് പറയുന്നത് ആൽക്കനാൽ ആണ്, അതായത് ഇതൊരു ആൽഡിഹൈഡ് ആണ് അല്ലെ. എന്താണ്, ആൽഡിഹൈഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആൽക്കനാൽ എന്ന് പറയാം. അല്ലെ, ആൽഡിഹൈഡിന് നമ്മള് ഇപ്പോ CH3 CHO എഥനാൽ എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ആൽക്കനാൽ ആണ്. അങ്ങനെയാണെങ്കിൽ CO എന്താണ്, ഒരു കീറ്റോൺ ആണ്. സോ ആൽക്കനോൺ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കാം. 1 molecule of an organic compound contains 4 carbon atoms. ഇതാണ് തന്നിരിക്കുന്നത്. 1 molecule of ഒരു ഓർഗാനിക് കോമ്പൗണ്ടില് 4 കാർബൺ ആറ്റംസ് ഉണ്ട്. എന്താണ്, 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ആൻഡ് 10 ഹൈഡ്രജൻ ആറ്റംസ് എത്ര ഉണ്ട്, 10 അല്ലെ. ആൻഡ് 1 ഓക്സിജൻ ആറ്റം. അതായത് ഇതിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് കിട്ടി, എന്താണ്, C4H10O എന്നുള്ളതാണ്. ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. എന്താണ് ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഒരു OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല നോക്കിക്കേ. C4H10O എന്നുള്ളതാണ്. C 4 എണ്ണം വേണം അല്ലെ. C4H10 എന്ന് പറയുന്നത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. OH ഉണ്ടല്ലേ, ഞാനിവിടെ OHനെ അപ്ലൈ ചെയ്യാണ്. CH3, ബാക്കി CH2 CH3. ഇതില് C4 അല്ലെ, C 4 എണ്ണം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ H10 ഉണ്ടോ നോക്കി, 3 4 5 6 8 9 10. ഓക്കെ, ആൻഡ് ഓക്സിജൻ 1. ഓക്കെ, നമ്മുടെ മോളിക്കുലർ ഫോർമുലയ്ക്ക് അനുസരിച്ചുള്ള സ്ട്രക്ചറൽ ഫോർമുല, കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ അല്ലാതെ ഇങ്ങനെയും കൂടെ നമുക്ക് എഴുതാം കേട്ടോ. CH3
CH2 CH CHOH ഇങ്ങനെയും കൂടി നമുക്കിത് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി വായിച്ചു നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ write the structural formula of another organic compound with the same molecular formula but a different functional group. അതായത് മോളിക്കുലർ ഫോർമുല ഇത് തന്നെ വെച്ചിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ മാറ്റി കൊടുത്തിട്ട് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം വേറെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈതറിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നോക്കാം. C4 അല്ലേ, C4 10 ആണ്. ഓക്കെ, സോ ദിസ് വൺ CH3 CH2 CH2 CH3 3 4 5 6 7 8 9 10 അല്ലേ. C4 H10 O കിട്ടിയല്ലോ. ഓക്കെ, ഇനി C question നോക്കിക്കേ. Write the structural formula of a pair of position isomers with this molecular formula. Write the structural formula of pair of position isomers. ഇതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് ആണ് നമ്മൾ എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ പൊസിഷൻ ഈ ഓയുടെ പൊസിഷൻ മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ ഞാൻ ഓക്സിജൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, CH3 CH2 CH2 CH3. ഓക്കെ, ഇതെന്താണ് സ്ട്രക്ചറൽ ഫോർമുല പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ആണല്ലേ. ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് 3ാമത്തെ പൊസിഷനിലായിരുന്നു, ഇത് 2nd പൊസിഷനിലാണ്. സോ ഇതെന്താണ്, ഒരു പൊസിഷൻ ഐസോമേഴ്സ് ആണ്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഓക്കെ, write the structural formula of an isomers with the same molecular formula but with a different alkyl group on both the sides of functional group. Okay, similar question തന്നെയാണ്. Write the structural formula of an isomers the same molecular formula. അതായത് ഇതിന്റെ ആൻസർ CH3 CH write the structure formula of an isomer, same molecular formula but with the different alkyl groups on both the sides of functional group. Okay, functional groupന്റെ പുറത്തും എന്ത് ചെയ്താൽ മതി, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ C പാർട്ട് ക്വസ്റ്റ്യൻ എഴുതിയ പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, the IUPAC name of compound is pent1-ine. What is the name of the homologous series to which it belongs? Okay, അതായത് pent1-ine എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൽക്കൈൻ ആണല്ലേ. സോ pent1-ine എന്ന് പറയുന്നത് ഒരു ആൽക്കൈൻ ആണ്. സോ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ആൽക്കൈൻ. ഇതാണ് ആൽക്കൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write the structural formula of this compound. ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ്. സിമ്പിൾ ആണല്ലോ. എങ്ങനെയാ വരയ്ക്കുന്നത്, പെന്റ് ആണ്, അതായത് 5 കാർബൺ ഉണ്ട്, 3 4 5. ഓക്കെ, CH3 CH2 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 CH3. ഇവിടെ pent1-ine ആണ്, അതായത് 1ാമത്തെ കാർബണില് എന്ത് വന്നിട്ടുണ്ട്, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടല്ലേ. CH ട്രിപ്പിൾ ബോണ്ട് C ഇവിടെ. ഓക്കെ, CH2. ഓക്കെ, നെയിം ഓഫ് ദി write the structural formula of this compound. ഇത് പ്രൊപ്പബ്യൂട്ട് pent1-ine ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ബിയുടെ ആൻസർ ആണ്. ഇനി C ക്വസ്റ്റ്യൻ, write the structural formula of a pair of position isomers with this molecular formula. അതായത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ്. അതായത് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മതി. CH ഇത് ഫസ്റ്റ് പൊസിഷനുള്ളത് ഞാൻ 2nd കാർബണിൽ ഇനി ട്രിപ്പിൾ ബോണ്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ലൈക്ക് ഇങ്ങനെ CH3
പെന്റ് ആണല്ലേ. 1 2 3 4 5. CH3 CH2 ഇവിടെ സിംഗിൾ ബോണ്ട്. ഓക്കെ, 3 4 ഇവിടെയും 3 4. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദി സ്ട്രക്ചർ. ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. Write the structural formula of chain isomers of an alkane containing 5 carbon atom with 1 branch and with 2 branches. Write the structural formula of chain isomers. Chain isomersന്റെ structural formula എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? CH3 with 1 branch and with 2 branches. ഓക്കെ, 1 ബ്രാഞ്ച് വരണം, അടുത്തതിൽ 2 ബ്രാഞ്ച് വരണം. അങ്ങനെയുള്ള ഒരു ചെയിൻ ഐസോമേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1 ബ്രാഞ്ച് വരുമ്പോ എന്താ? സിമ്പിൾ ആണ്. 1 2 3 4 5. CH3 CH2 CH3 CH3. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് 2 ബ്രാഞ്ചസ്. 2 ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ബ്രാഞ്ചസ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, CH3 അല്ലെ? ഇതാണ് ആ കോമ്പൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The organic compound with molecular formula C4H10O show metamerism. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? മെറ്റാമെറിസം. കേട്ടില്ലേ? മെറ്റാമെറിസം എന്ന് വെച്ചാൽ എന്താ? ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ബോത്ത് സൈഡ് അല്ലെ? ബോത്ത് സൈഡ്സിലും ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആവണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C4H10O ആണ്. ഓക്കെ, ദിസ് കോമ്പൗണ്ട് ബിലോങ് വിച്ച് കാറ്റഗറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടു ദിസ് ബിലോങ്സ് ടു? ഇതെന്താണ്? ഒരു ഈതർ ആണല്ലേ? CN2H2N+2O. ഇതൊരു ഈതറാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഈതറാണ്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് മെറ്റാമേഴ്സിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത് നോക്കിക്കോളൂ. 1 2 3 4. ഓക്കെ, CH3 CH2 CH3. ഓക്കെ, സ്ട്രക്ചർ വന്നത് മെറ്റാമേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഞാനിവിടെ ഓക്സിജനെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. CH3 CH2 CH2. ഓക്കെ, സോ ദിസ് ബോത്ത് ആർ മെറ്റാമേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി നമ്മൾ മെഥനോളിനെയും എഥനോയിക് ആസിഡിനെയും പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. സോ മെഥനോളിന്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ എഥനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷനും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് നോക്കി വെക്കണം. അതായത് മെഥനോൾ എങ്ങനെ ഇൻഡസ്ട്രിയൽസ് ഒന്ന് പറഞ്ഞു തരാം. മെഥനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ നല്ലോണം അത് നോക്കി വെക്കണം കേട്ടോ. മെഥനോളിനെ ഇൻഡസ്ട്രിയൽ പ്രിപ്പയർ ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡിനെ എന്ത് ചെയ്യണം? ഹൈഡ്രജനുമായിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, അതായത് കാർബൺ മോണോക്സൈഡ് പ്ലസ് 2H2 പ്രസൻസ് ഓഫ് എൻ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ 579 കെൽവിനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മെഥനോളിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എഥനോയിക് ആസിഡ് എങ്ങനെയാണ്? എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിലേക്ക് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എഥനോയിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ രണ്ട് പ്രിപ്പറേഷനും നമ്മൾ മെഥനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക്
എഥനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കി വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, there are 6 carbon atoms in a saturated hydrocarbon. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ, അതായത് അൺസാച്ചുറേഷൻസ് ഒന്നുമില്ല, ഓക്കെ, സാച്ചുറേറ്റഡ് ആണ്, C6. ഓക്കെ, there is a methyl group at the second carbon atom. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. And the structural formula of the given hydrocarbon. ഈ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. എങ്ങനെയാണ്? 6 കാർബൺ ആവുമ്പോൾ 1 2 3 4 5 6. ഓക്കെ, ഇതിന്റെ സാച്ചുറേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഡബിൾ ബോണ്ട്സ് ഒന്നും അവിടെ വരുന്നില്ല. സോ there is a methyl group at the ഒരു മീഥൈൽ ഗ്രൂപ്പ് എവിടെയാണ് വരുന്നത്? at the second carbon atom. അതായത് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഫോർമുല എങ്ങനെയാ? CH CH2 CH2 CH3. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. Next, B question. Write the structural formula of any possible chain isomers and its IUPAC name ആണ് ചോദിച്ചിട്ടുള്ളത്. ചെയിൻ ഐസോമേഴ്സ് ആണ്, അതായത് ചെയിനിന്റെ ലെങ്ത് മറ്റേ മതിയല്ലേ. ഇതിപ്പോ 6 കാർബൺ ഉള്ളതാണ്, 1 2 3 4 5 കാർബൺ ഉള്ളതാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ചെയിൻ ലെങ്ത് ഞാനിവിടെ 4 ആക്കാം. 1 2 3 4, ബാക്കി 2 ബ്രാഞ്ചിൽ കൊടുക്കാം. ഓക്കെ, CH3, ഇവിടെ ഇത് വേണ്ട. ഓക്കെ, CH3 CH2 CH3, ഇത് CH3. ഓക്കെ, സോ ഇതിനെ നെയിമിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആൻഡ് ഇറ്റ്സ് IUPAC നെയിംസ് ചോദിച്ചിട്ടുണ്ട്. UPAC നെയിം എന്താ? 2,2 അല്ലേ, അതായത് രണ്ടാമത്തെ 2,2 ഡൈമീഥൈൽ. ഇത് പ്രൊപ്പബ്യൂട്ടൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 5 carbon atoms in hydrocarbon. There is a double bond between first and second carbon. എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അതായത് there is 5 carbon atoms in an hydrocarbons. കാർബണില് 5 കാർബൺ ആറ്റംസ് ഉണ്ട്. There is a double bond between the first and second carbon. ഫസ്റ്റും സെക്കൻഡ് കാർബൺ ഇടയിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. Write the structural formula of its position isomers. Position isomersന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ എന്താ? സിമ്പിൾ ആണ്. ഈ ഒരു ഡബിൾ ബോണ്ടിനെ മാറ്റി കൊടുത്താൽ മതി അല്ലേ. CH2 CH2 CH3. അതായത് ഡബിൾ ബോണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, CH3 CH2 CH. ഓക്കെ, സോ the structural formula of its position isomer. പൊസിഷൻ ഐസോമറിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, write the structural formula of another unsaturated hydrocarbon having molecular formula C5H8 and its position isomer. C5H8 എന്ന് പറയുന്നത് എന്താണ്? CnH2n -2 ആണ്. അതായത് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കൊരു ട്രിപ്പിൾ ബോണ്ടിനെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ പൊസിഷൻ ഐസോമർ ആണ്, അതായത് ട്രിപ്പിൾ ബോണ്ടിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലെ, പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹോമോലോഗസ് സീരീസ് ഈസ് ഗിവൺ CH4 C2H6 C3H8 അല്ലെ. ഇതില് ഫൈൻഡ് A ആൻഡ് B. എയും ബിയും നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് A ആൻഡ് B. ഇവിടെ എന്താണെന്ന് നോക്കിക്കേ. ഫൈൻഡ് A ആൻഡ് B. ഇത് 2 3 ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? C4
അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ C4 ആവുമ്പോൾ H10 എന്ന് വരും. അടുത്തതില് ബി എന്തായിരിക്കും? C6H14 എന്ന് പറയും. ഓക്കെ, C6H14. നെക്സ്റ്റ് ബി പാർട്ട്. വാട്ട് ഈസ് ദി ജനറൽ ഫോർമുല ഓഫ് ദി ഗിവൻ ഹോമോലോഗസ് സീരീസ്? ഓക്കെ, ഓൾറെഡി ഡൺ. നെക്സ്റ്റ് what is mean by polymerization? പോളിമറൈസേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സിമ്പിൾ ആണല്ലേ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ മോളിക്യൂൾസിനെ ജോയിൻ ടുഗദർ ടു ഫോം എ ലാർജ് മോളിക്യൂൾ, അതായത് പോളിമേഴ്സ് ആയിട്ട് മാറ്റുന്നു അല്ലെ, കോംപ്ലക്സ് മോളിക്യൂൾസ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബൈ ദ നെയിം ഓഫ് ദി മോണോമർ ഓഫ് പോളിത്തീൻ. പോളിത്തീന്റെ മോണോമർ ഏതാ? ഈഥീൻ ആണ്. അതായത് പോളിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈഥീൻ. ഓക്കെ, പോളി ഇല്ലാതെ അതിന്റെ മോണോ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഈഥീൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ടു ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ? ഏതൊക്കെയാ ടു ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ? കണ്ടൻസേഷൻ ഉണ്ട്, അഡീഷൻ പോളിമറൈസേഷൻ ഉണ്ട് അല്ലെ. അഡീഷൻ പോളിമറൈസേഷനും അതുപോലെ തന്നെ കണ്ടൻസേഷൻ പോളിമറൈസേഷനും ആണ് ഉള്ളത്. ഓക്കെ, അതിൽ തന്നെ അഡീഷൻ പോളിമറൈസേഷൻ നമുക്കറിയാം PVC, അതേപോലെ ടെഫ്ലോൺ, പിന്നെ പോളിത്തീൻ. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്, അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്? വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ എന്താ? PVC പോളി വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇതിൽ അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും വിത്ത് എക്സാമ്പിൾ സഹിതം നല്ലോണം പഠിക്കണം കേട്ടോ. കണ്ടൻസേഷൻ പോളിമറൈസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കിക്കേ. CH is a ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓഫ് ആൽഡിഹൈഡ്, അത് കറക്റ്റ് ആണല്ലേ. ആൽഡിഹൈഡിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. അടുത്തത് അസറ്റോൺ കണ്ടെയ്ൻസ് ഓൺലി 2 കാർബൺ ആറ്റംസ്. അസറ്റോണില് ഓൺലി 2 കാർബൺ ആറ്റംസ് ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് റോങ് ആണ്. കാരണം അസറ്റോൺ നമ്മൾ എങ്ങനെ എഴുതുന്നത്? CH3CO CH3 എന്നുള്ളതാണ്. അതായത് 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, പെന്റനോൺ ക്യാൻ ഷോ പൊസിഷൻ ഐസോമെറിസം. ഓക്കെ, പെന്റനോണിന് പെന്റൻ 2 ഓണും പെന്റൻ 3 ഓണും ഒക്കെ ആയിട്ട് പൊസിഷൻ ഐസോമെറിസം കാണിക്കാം. സോ അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഈതേഴ്സ് ഹാവ് ഹൈഡ്രോസിൽ ഗ്രൂപ്പ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈതേഴ്സ് ഹാവ് ഹൈഡ്രോസിൽ ഗ്രൂപ്പ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അത് റോങ് ആണ് അല്ലേ. സോ അതായത് ഈതേഴ്സിന് ഓക്സി ഗ്രൂപ്പാണ് വരുന്നത്, ഹൈഡ്രോക്സിലല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനെ പോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് 6ാമത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. ഒരു പ്രൊപ്പൈൻ മോളിക്യൂൾ ആണ്. പ്രൊപ്പൈൻ മീൻസ് എന്താ? ഒരു ആൽക്കൈൻ ആണ് അല്ലെ. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് ഒരു ആൽക്കൈൻ ആണ്. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH3. ഓക്കെ, what is the name of this chemical write the chemical equation for this reaction. A propane molecule and react with 2 hydrogen molecules. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ അതേ മോഡലാണ്. അതായത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന 2 H2 മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആൽക്കെയിനെയാണ് കിട്ടുന്നത് അല്ലേ. ഒരു ആൽക്കെയിൻ, അതായത് പ്രൊപ്പൈൻ മോളിക്യൂളിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, and the UPC name of the product. Okay, next question. Ethane react with chlorine in the presence of sunlight. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഈഥേൻ എന്ത് ചെയ്യുന്നു? ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഈ കെമിക്കൽ റിയാക്ഷന്റെ നെയിം എന്താ? ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ക്ലോറിൻ ഉണ്ടാകുന്ന പ്രോസസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ്. അതിൽ നമുക്ക് ക്ലോറോ ഈഥെയിൻ ആണ് കിട്ടുക. ഇതാണ് ക്ലോറോ ഈഥെയിൻ. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ആണ്. CH3 CH2 CH2OH. അടുത്തത് CH3O CH2 CH3. ഓക്കെ, ഇത് ഓരോന്നിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതെന്ന് ഏതൊക്കെയാണ്? ഇത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഓക്കെ, അടുത്തത് ഏതാ? ഒരു ആൽക്കോക്സി ഗ്രൂപ്പാണ് അല്ലേ? ആൽക്കോക്സി ഗ്രൂപ്പാണ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ IUPAC നാമം എഴുതുക. ഇത് ഏതാണ്? ഇത് പ്രൊപ്പൻ 1-ol ആണല്ലേ? ഇത് പ്രൊപ്പൻ 1-ol. ഓക്കെ, പ്രൊപ്പൻ 1-ol എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? പ്രൊപ്പൻ 2-ol. പ്രൊപ്പൻ 2-ol എന്നുള്ളതിന് പകരം ഇതെന്താണ്? ഒരു മീതോക്സി ഈഥെയ്ൻ ആണ്. എന്താണ്? മീതോക്സി ഈഥെയ്ൻ. ഓക്കെ, മീതോക്സി ഈഥെയ്ൻ പ്രൊപ്പൻ 1-ol. ഇനി ഏതുതരം ഐസോമറിസമാണ് ഇവ പ്രകടിപ്പിക്കുന്നത്? ഇത് പ്രകടിപ്പിക്കുന്ന ഐസോമറിസം ഏതാണ്? ഫങ്ഷണൽ ഐസോമറിസം ആണല്ലേ? കാരണം എന്താ? പ്രൊപ്പൻ 1-ol എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഇതെന്ന് പറയുന്നത് ഒരു മീതോക്സി ഈഥെയ്ൻ എന്ന് പറയുന്നത് ഒരു ആൽക്കോക്സി ഗ്രൂപ്പാണ് അല്ലെ? ഒരു ഈഥറാണ്. അതായത് ഇതൊരു ഫങ്ഷണൽ ഐസോമറിസം ആണ് കാണിക്കുന്നത്. എന്താണ്? ഫങ്ഷണൽ ഐസോമറിസം ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കൂടി ജസ്റ്റ് നോക്കുക. ഇനി നമ്മൾ നേരെ അടുത്ത ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഞാൻ വിശേഷിപ്പിക്കുക കെമിസ്ട്രിയിലെ മാത്തമാറ്റിക്സ് ചാപ്റ്റർ എന്നാണ്. കാരണം ഇതിൽ ശരിയാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് 4ാമത്തെ ചാപ്റ്ററിൽ അത്യാവശ്യം ലോസുകളുണ്ട്. ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോ ലോ, അങ്ങനത്തെ കുറച്ച് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ 3 ലോസ് പഠിക്കാണ്ട്. അതിൽ 3ാമത്തെ ലോയിൽ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. ആദ്യത്തെ ലോ ബോയിൽസ് ലോയിൽ P1 × V1 = P2 × V2. P1 is equal to P2 × V2. പിന്നെ അതുപോലെ 2ാമത്തെ ലോയിലായിട്ടുള്ള V1/T1 is equal to V2/T2. പിന്നെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് P1 V1/T1 is equal to P2 V2/T2. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ T2 ആണെങ്കിൽ T2 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, ബാക്കിയൊക്കെ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഈ തരാത്ത ആ ഒരു ഭാഗം കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഗ്യാസ് ഹാവിംഗ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atm പ്രഷർ വിൽ കംപ്രസ് ടു 11 ലിറ്റർ അറ്റ് 4 atm പ്രഷർ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ വോളിയം ഉണ്ട്, പ്രഷറും ഉണ്ട്. അങ്ങനെ വന്നാൽ അത് ഏത് ലോ ആടാ? അത് ബോയിൽസ് ലോ ആണ്. ഓക്കെ, ഇത് ശരിയാണോ? ഇവിടെ ആദ്യം P1 എന്താ? P1 is equal to 1 atm ആണ്. അവിടെ V1 44 ആണ്. അപ്പോൾ P1 × V1 എത്രയാ? 44 × 1 44 ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് നോക്കടാ V2 എത്ര? 11 ലിറ്റർ ഉള്ളൂ. പക്ഷെ P2 4 ഉണ്ട്. 4 × 11 എത്രടാ? P2 × V2 4 × 11 44 തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തെ അസേർഷൻ കറക്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1 V1 is equal to P2 V2. വിച്ച് among the following is correct? രണ്ടും കറക്റ്റ് അല്ലടാ. ഓക്കെ, ആ ഒരു ലോ മനസ്സിലായല്ലോ. ഇനി അടുത്തത് 2ാമത്തെ ലോ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇലിസ്ട്രേറ്റഡ് ഇൻ ദ ഗ്രാഫ് ബിലോ. ഈ ഒരു ഗ്രാഫിലൂടെ തന്നിട്ടുള്ളത് ടെമ്പറേച്ചർ ഉണ്ട്, വോളിയം ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് ചാൾസ് ലോ ആണെന്ന്. ഓക്കെ, വിച്ച് ഗ്യാസ് ലോ? നമുക്ക് ചാൾസ് ലോ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് 150 ലിറ്റർ. അപ്പോൾ വോളിയം V1 നമുക്ക് നേരത്തെ തന്നു 150 ലിറ്റർ ആണ്. അതുപോലെ തന്നെ T1 തന്നു, ഇവിടെ തന്നിട്ടുണ്ട് 300 കെൽവിൻ ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് അറ്റ് T2 തന്നിട്ടുണ്ട് എത്രയാ? 600 കെൽവിൻ. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ തന്നിട്ടുള്ള വാല്യൂസ് എടുത്തെഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എടുത്തെഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം കിട്ടും. അപ്പോൾ ഓക്കെ, V1
T1 is equal to V2 by T2. ഇവിടെ V1 by V2 ചെയ്ത് നോക്കടാ. V1 by V2 V1 എത്ര 150. V1 by V2 അല്ല, V1 by T1 300. ഈ റേഷ്യോ തന്നെ ആയിരിക്കും അപ്പുറത്തുള്ള റേഷ്യോ. ഈ റേഷ്യോ എത്ര 150 300 കട്ട് ചെയ്താൽ നമുക്ക് 1/2 കിട്ടും. ഇവിടെ നമുക്ക് T2 എത്ര തന്നിട്ടുള്ള T2 V2 by T2 അല്ല, അതിൽ T2 തന്നിട്ടുണ്ട് 600. ഇവിടെ 300ന്റെ നേർപകുതിയാണ് 150. അപ്പൊ 600ന്റെ നേർപകുതി ആവണം അവിടെ V2 കിട്ടേണ്ടത്, എന്നാലേ നമുക്ക് 1/2 റേഷ്യോ കിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും 300 ലിറ്റർ ആയിരിക്കും V2. മനസ്സിലായോ? V1 by T1 is equal to V2 by T2. ചാൾസ് ലോയിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ, V1 by T1 is equal to V2 by T2. അതിൽ T2 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും T2നെ ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ആ റേഷ്യോ കിട്ടിയാൽ മതി. V1 by T2ന്റെ റേഷ്യോ കിട്ടി. അപ്പൊ ഇപ്പുറത്ത് അതേ റേഷ്യോ ആവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് X മോളിക്യൂൾ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ഫസ്റ്റ് മനസ്സിൽ വരേണ്ടത്, ഈ മോളിക്യൂൾസും ലിറ്റർ, അതായത് വോളിയം ഒക്കെ തരികയാണെങ്കിൽ, വ്യാപ്തമൊക്കെ തരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഈ ഒരു 22.4 ലിറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തായിരുന്നടാ, ഒരു മോള് ഗ്യാസ്, ഏതെങ്കിലും ഒരു ഗ്യാസ്, ഇന്ന ഗ്യാസ് എന്നൊന്നുമില്ല, ഒരു മോൾ ഗ്യാസ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ആ കണ്ടീഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ടെമ്പറേച്ചറിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിന് പറയുന്നതാണ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STPയിൽ നമ്മളൊരു ഗ്യാസ് എടുത്ത് 1 മോൾ ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോളിയം എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും. അതായത് 6.022 into 10⁻23 എലമെന്റ്സ് ഏത് ഗ്യാസിന്റെയും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, 1 മോൾ ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ 22.4 ലിറ്റർ അല്ല. അപ്പോൾ ഇവിടെ 1 മോൾ അല്ല എടുത്തിരിക്കുന്നത്, ഇവിടെ 10 ലിറ്റർ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. ആൻസർ ദ ക്വസ്റ്റ്യൻ നമ്മളോട് ബാക്കി ആൻസർ ചെയ്യാൻ പറയാണ്. ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ? പെട്ടോ, 5 ലിറ്റർ. നമുക്ക് ആകെ 22.4 ലിറ്റർ മാത്രമേ പരിചയമുള്ളൂ. ഇവിടെ തന്നത് ആകെ ഒരു 10 ലിറ്ററാ. എന്ത് ചെയ്യും? ആ 10 ലിറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യും. എടാ, 10 ലിറ്ററിന്റെ നമുക്ക് മൊത്തം എത്ര മോളിക്യൂൾ ഉണ്ട്? X മോളിക്യൂൾ ഇല്ലേ? അപ്പൊ നേരെ ഞാൻ അതിനെ 5 ലിറ്റർ ആക്കി. 5 ലിറ്റർ ആക്കി കഴിഞ്ഞാൽ ആ എക്സിനെ നേർപകുതിയാക്കിയാൽ മതി. കാരണം അവഗാഡ്രോ ലോ എന്താടാ, വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് കൂടുതലേ. അപ്പോൾ ഇവിടെ വോളിയം കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് അതേ പ്രൊപ്പോർഷനിൽ കുറയും. ഇവിടെ 10 ലിറ്റർ ഉള്ളത് 5 ലിറ്റർ ആയി. അപ്പോൾ X ഉള്ളത് X/2 മോളിക്യൂൾസ് ആയി. എ പാർട്ട് കിട്ടിയില്ലേ? ഇനി അടുത്തത് ബി പാർട്ട് നോക്കടാ. ബി പാർട്ടിൽ എന്താ? ബി പാർട്ടിൽ വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾ ഓഫ് CO2. എടാ, CO2 ഞാൻ പറഞ്ഞു ഏത് ഗ്യാസ് ആയാലും വിഷയമല്ല. ഇവിടെ നേരത്തെ X ആയിരുന്നു, ഇവിടെ 3x ആയി. X ആകുമ്പോൾ ഒരു മോൾ അല്ല, X ആകുമ്പോൾ മൊത്തം വോളിയം 10 ലിറ്റർ ആണ്. അപ്പൊ 3x ആകുമ്പോൾ അതേ പ്രൊപ്പോർഷനിൽ നമ്മൾ കൂട്ടുന്നു. 3 into 10 ഈസ് ഈക്വൽ ടു 30 ലിറ്റർ. കിട്ടിയോടാ? ഓക്കെ. ഇനി അടുത്ത കൺസെപ്റ്റ്, ദ ഗ്യാസസ് CO2 ആൻഡ് SO2 ആർ കെപ്റ്റ് അറ്റ് STP. STP എന്താ നമുക്കറിയാലോ. ഓക്കെ, ദർ വോളിയം ഈസ് 112 ലിറ്റർ. എന്ത് ചെയ്യും? 22.4 ലിറ്റർ ആണ് ഒരു മോള്. അപ്പൊ നമുക്കറിയാം, ഇതിനെ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 224 ലിറ്റർ ആണ് എന്ത്? 10 മോള്. എടാ, ഇതിന്റെ നേർപകുതി അല്ലേ എന്ത്? 112. അപ്പൊ 112 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 മോൾ ഉണ്ടാവില്ലേ? 5 മോൾ ഉണ്ടാവും. കിട്ടിയോ? 5 മോൾ ഉണ്ടാവും. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? നമുക്കറിയാം 1 മോൾ ഓഫ് ഗ്യാസ്, ഏത് ഗ്യാസ് എടുത്താലും അത് 22.4 ലിറ്റർ ആണ്. അപ്പൊ ആ പാട്ട് കിട്ടി. വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് CO2? CO2ന്റെ മാസ് 112 ലിറ്ററിൽ, അതായത് 5 മോള് CO2ന്റെ മാസാണ് നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. കാരണം മോളിന് എത്ര മോൾ ഉണ്ടെന്ന് കിട്ടി, 5 മോൾ ഉണ്ട്. ഒരു മോളിന്റെ മാസ് എത്രയെന്ന് കിട്ടി? 44 ഇത് മോളിക്കുലാർ മാസാണ്. ഇത് മോളാർ മാസ് ആക്കി എടുക്കുമ്പോൾ 1 ഗ്രാമിന്റെ ചിഹ്നം എടുത്താൽ മതി. മോളിക്കുലാർ മാസും മോളാർ മാസും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ആകെയുള്ള ഈ ഒരു വ്യത്യാസം മാത്രമാണ്. ഓക്കെ, ഒരു മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണെങ്കിൽ 5 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ 5 മടങ്ങല്ലേടാ. 44 5 മടങ്ങ് എത്രയാ? 220 അല്ലേ? 44 × 5 ഈസ് ഈക്വൽ ടു 220 ആണ്. 220. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത തേർഡ് പാർട്ട്, സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. തേർഡ് പാർട്ട്, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? എടാ, SO2 112 ലിറ്റർ എന്ന് പറഞ്ഞാൽ CO2 ആയാലും SO2 ആയാലും 5 മോളാണ്. കാരണം ഏത് ഗ്യാസ് ആയാലും സെയിം വോളിയം ആയിരിക്കും. അപ്പൊ ഇവിടെ 5 മോൾ ഉണ്ട്. ഓക്കെ, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
5 ഇൻറ്റു എന്താ 6.022 ഇൻറ്റു 10⁻23 ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എഴുതി കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP തന്നിരിക്കുന്നു. അതിൽ CH4 എന്താടാ, മീത്തേൻ അല്ലേ. മീത്തേൻ പ്ലസ് 2O2 ഗീവ്സ് CO2 പ്ലസ് 2H2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും? ഹൗ മെനി മോൾസ് ഓഫ് മീത്തേൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ? എന്ത് ചെയ്യും? എടാ, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 മോൾ മീത്തേനും 2 മോൾ ഓക്സിജനും കൂടി ചേർന്നാൽ കംപ്ലീറ്റ് ബേൺ ചെയ്താൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 മോൾ ഓക്സിജനും 2 മോൾ വാട്ടറുമാണ്. ഓക്കെ, അപ്പോൾ 1:2 റേഷ്യോയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1:2 റേഷ്യോയിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനി നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഹൗ മെനി മോൾസ് ഓഫ് മീത്തേൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾ ഓഫ് ഓക്സിജൻ? എടാ, 2 മോൾ ഓഫ് ഓക്സിജന്റെ കൂടെ 1 മോൾ ഓഫ് മീത്തേനാണ് വേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ 2 ഉള്ളത് 10 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 × 5 അല്ലേ 10. അപ്പോൾ 2 × 5 ഇവിടെ 10 വന്നു, 10 മോൾ വന്നു. അപ്പോൾ ഇവിടെ × 5 ചെയ്താൽ മതി. 5 മോൾ ഓഫ് എന്ത് വേണം? മീത്തേൻ വേണം. ഓക്കെ, 5 മോൾ ഓഫ് മീത്തേൻ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ 10 മോൾ ഓഫ് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് വോളിയം ഓഫ് CO2 obtained if 64 gram of methane is burned. ഓക്കെ, ഇവിടെ കാണുന്നില്ലേ? മീത്തേൻ ഈസ് ബേൺഡ്. എന്താണ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2 ന്റെ മാസും വോളിയം വ്യാപ്തവും കാണണം. obtained if 64 gram of methane is burned. 64 gram of methane തന്നിട്ടുണ്ട്. എടാ, മീത്തേന്റെ മോളിക്കുലർ മാസ് 16 ആണ്. ഇപ്പൊ മോളാർ മാസ് 16 gram ആണ്. എങ്കിൽ 64 gram ഉണ്ടെങ്കിൽ അതിൽ എത്ര മോൾ ഉണ്ടാവും? 64 gram ഉണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 16. ഓക്കെ, മോളാർ മാസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ട് എത്ര ഉണ്ടടാ? 4 അല്ലേ? 4 16 അല്ലേ 64. അപ്പൊ 4 മോൾ ഉണ്ട് മൊത്തം. ഓക്കെ, 4 മോൾ ഉണ്ട്. 4 മോൾ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം. 1 മോളിലാണെങ്കിൽ 22.4 ലിറ്റർ ആണ്. അപ്പൊ 4 മോളിലാണെങ്കിൽ × 4 ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതിപ്പോ ബേസിക് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് അതിന്റെ മാസ് ആണ്. മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓക്കെ, എടാ, ഇവിടെ ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ. 1 മോള് മീത്തേൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 64 gram എന്ന് പറഞ്ഞപ്പോൾ 4 മോൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ 4 മോൾ ഓഫ് CO2 ഉണ്ട്. 4 മോൾ ഓഫ് CO2 എന്ന് പറഞ്ഞാൽ 1 മോൾ ആണെങ്കിൽ 44 gram ആണ്. അപ്പോൾ 4 മോൾ ഓഫ് CO2ന്റെ മാസ് എന്ന് പറഞ്ഞാൽ 4 × 44 ചെയ്താൽ മതി. എത്ര കിട്ടും? 160 16 176 gram. ഓക്കെ, കിട്ടിയോടാ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇനി അടുത്തത് സൈസ് ഓഫ് ആൻ എയർ ബബിൾ കമ്മിങ് അപ്പ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ, ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടു വിച്ച് ഗ്യാസ് ലോ? ഏത് ഗ്യാസ് ലോ? ബോയിൽസ് ലോ അല്ലേ? പ്രഷറും വോളിയവും വരികയാണെങ്കിൽ അതെന്താ? കാരണം ഒരു അക്വേറിയത്തിന്റെ ഏത് വാട്ടർ ബോഡി എടുത്തു കഴിഞ്ഞാലും താഴോട്ട് പോകുന്നവർ പ്രഷർ കൂടും. പ്രഷർ കൂടുന്നതിനനുസരിച്ച് മേലോട്ട് വരുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. അപ്പൊ കുമിള താഴെ നിന്ന് മേലോട്ട് വരുമ്പോൾ പ്രഷർ കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ടാണ് ആ ബബിൾസ് ഇങ്ങനെ വലുതായി വരുന്നത്. ഇത് ഏത് ലോ ആടാ? ഇത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അറിയില്ല നിങ്ങൾക്ക്? ടെക്സ്റ്റിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും അതുപോലെ തന്നെ ആ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ മതി. അതായത് 2H2 + O2 gives 2H2O is the equation of the formation of water. ഓക്കെ, വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഫോർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ 2 മോൾ ഓഫ് ഹൈഡ്രജനും 1 മോൾ ഓഫ് ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് 2 മോൾ ഓഫ് വാട്ടർ ഉണ്ടാവും. ഈ ഒരു റേഷ്യോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 36 gram ഓഫ് വാട്ടർ. 36 gram ഓഫ് വാട്ടർ. ഇവിടെ ഒരു മോള് വാട്ടർ എത്ര? അതിന്റെ മാസം എത്ര? ഓക്സിജന്റെ 16. H2ൻ്റെത് ഒരു ഹൈഡ്രജന്റെ 1 ആണെങ്കിൽ H2ന്റെ 2. അപ്പോൾ H2O എന്ന് പറയുന്നത് 18. 2H2O എന്ന് പറയുന്നത് 36 gram. 2 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 36 gram ആണ്. അപ്പൊ ഇവിടെ 2 മോള് എന്തുണ്ട്? വാട്ടർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര O2 ആണെന്നാണ്. എടാ, അവിടെ 2 മോൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ റേഷ്യോ എന്താ? 1 മോൾ അല്ലേ? അപ്പൊ 1 മോൾ എത്ര? 1 മോൾ എന്ന് പറഞ്ഞാൽ O2 എന്ന് പറഞ്ഞാൽ 16 gram.
ഇനി അടുത്തത് ഫൈൻഡ് ദ വോളിയം ഓഫ് H2 ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് H2O വേപ്പർ അറ്റ് STP. എടാ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോൾ അല്ലേ, 1 മോൾ H2. ഇവിടെ 2 മോൾ H2ന് 2 മോൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ ഇവിടെ 1 മോൾ H2Oക്ക് 1 മോൾ എന്ത് മതി, H2 മതി. അപ്പോൾ ഹാഫ് മോൾ ഓഫ് O2 മതി. ആ ഒരു റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആക്കാനേ ഉണ്ടാവുള്ളൂ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ബുദ്ധിമുട്ടിക്കാനില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഹൈഡ്രജന്റെ മാസ് കാണാം. ഓക്കെ, 1 മോൾ ആണെങ്കിൽ 1 മോളിൽ എത്ര, 1 മോൾ ആണെങ്കിൽ H2, 1 ഹൈഡ്രജന് 1 ആണ്, 2 ഹൈഡ്രജൻ 2 ആണ്. അപ്പോൾ അതിന്റെ വോളിയം ഒക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇഫ് വി ടേക്ക് 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഹൗ മച്ച് ഗ്രാം ഓഫ് O2 ഷുഡ് ബി ടേക്കൺ ടു റിയാക്ട് കംപ്ലീറ്റ്ലി. ഇതും ആ റിയാക്ഷൻ വെച്ചിട്ട് എടാ ഇവിടെ 2H2 എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിയാൽ H2ക്ക് 2 ഗ്രാം, 2H2ക്ക് 4 ഗ്രാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഹൗ മച്ച് ഗ്രാം ഓഫ് O2. ഇവിടെ 4 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓക്സിജന്റെ 16 ആണ്. സോറി, ഇവിടെ O2 32 ഗ്രാം ആയിരുന്നു കേട്ടോ, 32 ഗ്രാം ആയിരുന്നു. ഇവിടെ 32 ഗ്രാം ആയിരുന്നു, ശ്രദ്ധിക്കുക. ഓക്സിജന്റെ ഒരു ഓക്സിജൻ ആണെങ്കിൽ അതിന്റെ മാസാണ്, അറ്റോമിക് മാസാണ് 16. ഇവിടെ ടോട്ടല് അപ്പൊ 36 ഗ്രാം, 2 16 32 അല്ലടാ, 32 ആണ്. ഇനി അടുത്ത ഓക്കെ, ഇഫ് യു ടേക്ക് 4 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 32 ഗ്രാം ഓഫ് ഓക്സിജൻ വേണ്ടി വരും എന്ത് ബേൺ ചെയ്യാൻ. അത് രണ്ടും കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തിട്ട് 2 മോൾ ഓഫ് വാട്ടർ ഉണ്ടാവാൻ. ഈ ഒരു റേഷ്യോ നമ്മളൊരു റിയാക്ഷൻ കാണുകയാണെങ്കിൽ റിയാക്ടൻ സൈഡിലുള്ള റേഷ്യോ പ്രൊഡക്റ്റ് സൈഡിലുള്ള റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും, എന്നാലേ കംപ്ലീറ്റ് ആ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. ആ റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഏകദേശം എല്ലാ കൺസെപ്റ്റും ഇതിൽ നിന്ന് വരാനുള്ള ഏകദേശം എന്നല്ല എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 5ാമത്തെ ചാപ്റ്റർ ഇതുപോലെ തന്നെ സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്തൊക്കെയുണ്ട് 5ാമത്തെ ചാപ്റ്ററിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കടാ. 5ാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഉണ്ട്. ഗാൽവാനിക് സെൽ ഉണ്ട്, ഇലക്ട്രോലിറ്റിക് സെൽ ഉണ്ട്. ഓക്കെ, വൈദ്യുത വിശ്ലേഷണ സെല്ലും ഗാൽവാനിക് സെല്ലും. ഓക്കെ, അതിന്റെ ഒരു റിയാക്ഷനും റിയാക്ടിവിറ്റി സീരീസും ഒക്കെ മനസ്സിലേക്ക് വരുന്നില്ലേ. എന്നിട്ട് ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ പ്ലേറ്റിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് ബാറ്ററീസിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ലാസ്റ്റ് ഒരു ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ള ആ ചാപ്റ്റർ. ഓക്കെ, നേരെ ആ ചാപ്റ്ററിലേക്ക് കിടക്കല്ലേ. നേരെ നമുക്ക് 5th ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് കിടക്കാം. ഇലക്ട്രോ കെമിസ്ട്രി ഞാൻ പറഞ്ഞതുപോലെ സിമ്പിളാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ആകെ നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളൂ, കാണാതെ പഠിക്കാൻ അധികം ഇല്ലാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് റിയാക്ടിവിറ്റി സീരീസ് ആയിരുന്നു. എല്ലാവരും റിയാക്ടിവിറ്റി സീരീസ് മനഃപ്പാടമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനഃപ്പാടമാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ പോയി നോക്കുക. ആ ഒരു റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മനഃപ്പാടമാക്കിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ ഈ എലമെന്റ് ഇതിന്റെ മേലെയാണല്ലോ എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇത് ഇതിന്റെ താഴെയാണല്ലോ എന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നല്ല. ഇത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ CuSO4 ലായനിയിൽ ഒരു Zn ദണ്ട് അല്പസമയം ഇട്ട് വെക്കുന്നു. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് എന്ത് റിയാക്ഷൻ ആണ്. എടാ ഇവിടെ ഒരു ബീക്കർ, അതിൽ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു, എന്ത് CuSO4 എടുക്കുന്നു, എന്നിട്ടൊരു സിങ്ക് ദണ്ട് ഞാൻ ഇറക്കി വെക്കുന്നു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ പറയുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കുക. ഇവിടെ എങ്ങനെ ഒരു ദണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ Zn Cuനെ റീപ്ലേസ് ചെയ്യും. കാരണം സിങ്കിന് റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അങ്ങനെ റിയാക്ടിവിറ്റി കൂടുതലുള്ള ഒരാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുടെ സൾഫൈഡ് സൊല്യൂഷനിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൊല്യൂഷനിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിനെ റീപ്ലേസ് ചെയ്യും. ആ ഒരു റിയാക്ഷൻ പറയുന്ന പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താടാ, Zn ദണ്ടിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? Zn ദണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെഡിഷ് ബ്രൗൺ കളർ ഉണ്ടാവും. സിങ്കിന്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, Zn റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കളർ ചേഞ്ച് എഴുതി വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് CSO4 സൊല്യൂഷൻ ലായനിയിൽ നീല നിറം മങ്ങുന്നതിന്റെ കാരണം എന്ത്? നേരത്തെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള കോമ്പൗണ്ട്സ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. കാരണം എന്ത് ചെയ്യുന്നു അറിയോ? കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ അയേൺസിന്റെ സാന്നിധ്യം ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ Cu പ്ലസ് അയൺസിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ബ്ലൂ കളർ ഉണ്ടാവാൻ കാരണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ലാബ് ഉണ്ടെങ്കിൽ ലാബിൽ പോയി നോക്കിയാലൊക്കെ അറിയാം CSO4 സൊല്യൂഷൻ എപ്പോഴും ഒരു നീല കളർ ആയിരിക്കും. ആ നീല കളർ നമ്മൾ Zn ദണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മങ്ങാൻ തുടങ്ങും. കാരണം എന്താണ്? ഈ ഒരു റിയാക്ഷൻ ആണ്. Zn പ്ലസ് CuSO4 gives ZnSO4 പ്ലസ് Cu. ഇവിടെ Cu പ്ലസ് ഉണ്ട്,
ഇവിടെ Zn അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഈ പ്ലസ് ഈ ഒരു സൊല്യൂഷനിൽ Cu പ്ലസ് ഉണ്ട്. ഈ പ്ലസ് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിച്ചിട്ട് ഈ Cu പ്ലസ് അയൺസ് നേരെ മേലോട്ട് കയറിപ്പോകും. അങ്ങനെ Cu പ്ലസ് അയൺസിന്റെ ആ ഒരു അളവ് കുറയുന്നതിനനുസരിച്ച് ആ ഒരു ബ്ലൂ കളർ മങ്ങി തുടങ്ങും. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ആൻസർ കിട്ടിയല്ലോ. Zn എന്ത് സംഭവിക്കും? Cu2 പ്ലസ് കാരണം കളറിന് എന്ത് സംഭവിക്കും? ഇനി അടുത്തതാണ്, ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Zn തന്നിട്ടുണ്ട്, Mg തന്നിട്ടുണ്ട്, Cu 3 മെറ്റൽസ് തന്നിട്ടുണ്ട്, പിന്നെ 3 സൊല്യൂഷൻസും ഒരു സാൾട്ട് ബ്രിഡ്ജും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ഗാൽവാനിക് സെല്ല് കണ്ടുപിടിക്കാൻ പറ്റും? ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക്. എത്ര ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കാൻ പറ്റും? Zn-ഉം Cu ഉണ്ടാക്കാം ഒന്നായി, പിന്നെ Mg-യും Zn-ഉം ഉണ്ടാക്കാം, പിന്നെ Mg-യും Cu ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാക്കാം അല്ലേ? 3 ടൈപ്പ് ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാക്കാം. വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? എടാ റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുമ്പോൾ നോക്കടാ, റിയാക്ടിവിറ്റി സീരീസ് മൊത്തം എഴുതുന്നില്ല. ഇവിടെ നമുക്ക് 3 എലമെന്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മേലെ അല്ല Mg. ഈ 3 എണ്ണത്തില് Mg ആണ് ഏറ്റവും മേലെ കാണാം. അതിന് താഴെയായിരിക്കും Zn, കുറെ താഴെയായിരിക്കും, അതിന് ഒക്കെ കുറെ താഴെയായിരിക്കും കോപ്പർ വരും. ഓക്കെ, ഇത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ തമ്മിലാണ് ദൂരം കൂടുതൽ? Mg-യും Cu അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് നിർമ്മിക്കുക ഈ മാഗ്നീഷ്യവും Cu തമ്മിലുള്ള ഗാൽവാനിക് സെൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ Mg-Cu ഈ ഗാൽവാനിക് സെല്ലിനാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാകാൻ നമ്മൾ എഴുതി വെക്കാം. ഓക്കെ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഒക്കറിംഗ് അറ്റ് ദ ആനോഡ് ഓഫ് ദ സെൽ വിത്ത് ഹയസ്റ്റ്. ഈ ഒരു റിയാക്ഷനിൽ ആനോഡിൽ നടക്കുന്ന ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതി വെക്കാനാണ് പറയുന്നത്. എടാ, നമ്മളൊരു ഗാൽവാനിക് സെൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം ഇതായിരുന്നു. ഗാൽവാനിക് സെല്ല് 2 ബീക്കർ ഉണ്ടാവും, ലെഫ്റ്റിലൊന്നുണ്ടാവും, റൈറ്റിലൊന്നുണ്ടാവും. ലെഫ്റ്റിൽ എപ്പോഴും എന്താണ്? ആനോഡാണ്. ആനോഡ് ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ നെഗറ്റീവിലേക്കാണ് കൊടുക്കുക. ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ നെഗറ്റീവിലേക്ക്, കാഥോഡ് പോസിറ്റീവിലേക്ക്. ഈ നെഗറ്റീവിൽ എന്ത് നടക്കും? ആനോഡിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ Mg ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ Mg gives Mg2 +2 ഇലക്ട്രോൺ. ഇത്തരത്തിലുള്ള ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Mg 2 ഇലക്ട്രോണിന് കൊടുത്തിട്ട് Mg2+ ആകുന്നു. ഇനി കാഥോഡിലാണെങ്കിൽ ഇത് നേരെ തിരിച്ച് സംഭവിക്കുന്നു. കാഥോഡിൽ ആരായിരുന്നു? കോപ്പർ ആയിരിക്കും. കോപ്പർ 2 ഇലക്ട്രോണിനെ വാങ്ങുകയാണെങ്കിൽ Cu2 +2 ഇലക്ട്രോൺ Cu ആകുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആകെ മനസ്സിലാക്കേണ്ടത് ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഏത് സെല്ലായാലും നമ്മൾ ആനോഡിൽ എപ്പോഴും നടക്കുക ഓക്സിഡേഷൻ ആയിരിക്കും, കാഥോഡിൽ എപ്പോഴും നടക്കുക റിഡക്ഷൻ ആയിരിക്കും. പക്ഷേ ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവിലേക്കും ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവിലേക്കായിരിക്കും നമ്മൾ ഘടിപ്പിക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത്, യു ആർ ഗിവൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, സോഡിയം ക്ലോറൈഡും വാട്ടറും നമുക്ക് തന്നിട്ടുണ്ട്. ഹൗ വിൽ യു പ്രൊഡ്യൂസ് സോഡിയം ആൻഡ് ക്ലോറിൻ ഫ്രം ദിസ് ദ ഗിവൺ സൊല്യൂഷൻ? നമുക്കൊന്ന് നിർമ്മിക്കല്ലേ. ഓക്കെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡും പിന്നെ വാട്ടറും തന്നിട്ടുള്ളത്. സോഡിയം ക്ലോറൈഡും വാട്ടറും വെച്ചിട്ട് നമുക്ക് സോഡിയവും ക്ലോറൈഡും കിട്ടണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതായത് ഉരുക്കിയ സോഡിയം ക്ലോറൈഡ് വെച്ചിട്ടുള്ള ഇലക്ട്രോലിസിസ്, വൈദ്യുത വിശ്ലേഷണം. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഓക്കെ, NaCl സൊല്യൂഷൻ അല്ല, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും സോഡിയം ക്ലോറൈഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ വാട്ടർ ആഡ് ചെയ്താലാണ് സൊല്യൂഷൻ വരിക. അത് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. NaCl. ഇനി ഇതിലേക്ക് ഒരു ആനോഡും ഒരു കാഥോഡും ഇറക്കി വെക്കും, ഒരു ആനോഡും ഒരു കാഥോഡും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് എപ്പോഴും ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് എപ്പോഴും ആനോഡിലേക്കും നെഗറ്റീവ് കാഥോഡിലേക്കും. ഇനി റിയാക്ഷൻ ഇലക്ട്രിസിറ്റി നമ്മൾ കടത്തിവിടുന്ന സമയത്ത് Na+ഉം Cl- ആയിട്ട് ഇത് മാറിയിട്ടുണ്ടാവും. ആനോഡിൽ എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞു, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുക. ആനോഡിൽ ഈ Cl2 പോയിട്ട് Cl പോയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങും. സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 2 Cl പോയിട്ട് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് നേരെ അല്ല മാറിപ്പോയില്ലേ? ഇത് ഇവിടെ ഓക്സിഡേഷൻ അല്ലേ നടക്കുന്നത്. അപ്പോൾ 2 Cl- gives Cl2 +2 ഇലക്ട്രോൺ. Cl- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ കൂടുതലുണ്ട്. അപ്പോൾ ഓക്കെ, ആ 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Cl2 ആയി മാറും. അപ്പോൾ ആനോഡിൽ അങ്ങനെ നമുക്ക് ക്ലോറിൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കാഥോഡിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. Na+ ഒരു ഇലക്ട്രോൺ പോയിട്ട് Na ആവും കാഥോഡിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? റൈറ്റ് ദ ഒന്നാമത്തെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസിങ് ദീസ് സബ്സ്റ്റൻസസ്. നേരത്തെ നമ്മളോട് പറഞ്ഞു സോഡിയം ക്ലോറിൻ ഉണ്ടാക്കാൻ.
പക്ഷെ ഇപ്പൊ പറയുന്നു ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാക്കാൻ. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എടുത്തിരിക്കുന്നത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്. നമുക്ക് നേരത്തെ നമ്മൾ തന്നിട്ടുള്ളതിൽ ഉപയോഗിക്കാത്ത ഒരു സാധനം കൂടി ഉണ്ടല്ലോ, വാട്ടർ. ഈ വാട്ടർ ഞാൻ ഈ സോഡിയം ക്ലോറൈഡിൽ മിക്സ് ആക്കുന്നു. അപ്പോൾ നമുക്ക് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് കിട്ടും. അക്വസ് സൊല്യൂഷനിൽ സോഡിയം ക്ലോറൈഡ് NaCl മാത്രമല്ല ഉണ്ടാവുക, അവിടെ H2O ഉണ്ടാവും. NaCl പ്ലസ് H2O ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ആനോഡും കാഥോഡും ഒക്കെ ഉണ്ട്. ആനോഡ് എന്തിലാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവിലേക്ക് കൊടുക്കണം. ഓക്കെ, കാഥോഡ് നെഗറ്റീവിലേക്ക് കൊടുക്കണം. ഇതൊക്കെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞ എന്തായിരുന്നു? ഹൈഡ്രജൻ ആണ് നിർമ്മിക്കേണ്ടത്. ഇവിടെ ആനോഡിൽ എപ്പോഴും എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. ഇവിടെ ശരിക്ക് 4 അയൺസ് ഉണ്ടാവുക. Na പ്ലസ് Cl മൈനസ്, H പ്ലസ് OH മൈനസ്, OH മൈനസ്. ഈ ക്ലോറിൻ തന്നെയാണ് ഇവിടെയും ആനോഡിൽ പോയിട്ട് റിയാക്ഷൻ നടന്നിട്ട് ക്ലോറിൻ ഉണ്ടാവുക. ക്ലോറിൻ മൈനസ് ഗ്യൂസ് ആ റിയാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആനോഡിൽ ആ റിയാക്ഷൻ ഓക്കെ, അങ്ങനെ ക്ലോറിൻ പോയി. ഇനി കാഥോഡിൽ എന്ത് സംഭവിക്കും? ഈ കേസിൽ Na പ്ലസ് അല്ല വരും, ഈ കേസിൽ H പ്ലസ് ആ വരും. ഓക്കെ, H പ്ലസ്. ഈ H പ്ലസ് അയണ് 2H പ്ലസ് അയൺ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് H2 എന്ന് കിട്ടും. ഇതെന്തായി? പ്ലസ് ഉള്ളത് 2 ഇലക്ട്രോണിന് വാങ്ങിയാൽ അത് എന്തായി? റിഡക്ഷൻ ആയില്ലേ? ഇപ്പൊ കാഥോഡിലുള്ള ആ ഒരു റിഡക്ഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ എന്തുണ്ടാക്കി? ഈ ഒരു റിയാക്ഷൻ അങ്ങനെ എഴുതി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കാഥോഡിൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് കാഥോഡ് എഴുതിയിട്ട് ഈ ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു Na പ്ലസും ഉണ്ടാവും, OH മൈനസും ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള Na പ്ലസും OH മൈനസും Na പ്ലസ് പ്ലസ് OH മൈനസ് ഗീവ്സ് NaOH എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രജനും കിട്ടി, അവിടെ ക്ലോറിനും കിട്ടി. ക്ലോറിൻ നേരത്തെ കിട്ടി, ഹൈഡ്രജനും കിട്ടി, ലാസ്റ്റ് NaOH കിട്ടി. NaOH എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ. 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കണല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തു. ഇനി അടുത്തത് ഗാൽവാനിക് സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് Zn ആൻഡ് കോപ്പർ. നമ്മുടെ സ്റ്റാൻഡേർഡ് Zn ആൻഡ് കോപ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഗാൽവാനിക് സെൽ. എന്താണ്? Zn-ഉം കോപ്പറും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗാൽവാനിക് സെല്ലിന് ഒരു പ്രത്യേക പേര് വിളിക്കും. ആ പേരാണ് ഡാനിയൽ സെൽ. ഓക്കെ, പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഡാനിയൽ സെല്ലും ഗാൽവാനിക് സെല്ലും ഒന്നാണോ? ശരിയാണ്, ഒന്നാണ്. പക്ഷെ എല്ലാ ഗാൽവാനിക് സെല്ലും ഡാനിയൽ സെല്ലല്ല. Zn-ഉം C-യും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗാൽവാനിക് സെല്ല് മാത്രമാണ് എന്ത്? ഡാനിയൽ സെൽ. അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്? ഓക്സിഡേഷൻ നടക്കുന്നത് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റിലായിരിക്കും. റിയാക്ടിവിറ്റി കൂടിയത് Zn-ഉം C-യും വെച്ച് നോക്കുമ്പോൾ Zn-ൽ അവിടുത്തെ ഓക്സിഡേഷന്റെ ആ ഒരു റിയാക്ഷന്റെ ഫോർമുല എന്താ? Zn gives Zn2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. ഓക്കെ, നമുക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ആ ചാപ്റ്ററിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങൾ കിട്ടുന്നതാണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ എന്താ? റിയാക്ഷന് വിച്ച് ടേക്കിംഗ് പ്ലേസ്, എന്ത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം ഒരു റിയാക്ഷനിൽ നടക്കുകയാണെങ്കിൽ ആ ടൈപ്പ് റിയാക്ഷൻ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കുന്നില്ലേ? Zn gives Zn2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ആവുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് കോപ്പർ 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ ആവുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ആ ഒരു റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn എന്തായിരുന്നു? Zn2 പ്ലസ് പ്ലസ് Cu. ഇതാണ് അതിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, കിട്ടിയോ? കിട്ടി. ഇനി അടുത്തതാണ് അത് ക്വസ്റ്റ്യൻ. ഇൻ എ ഗാൽവാനിക് സെൽ കോപ്പർ ആക്ട് ആസ് എ കാഥോഡ്. ഓക്കെ, കോപ്പർ കാഥോഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ആനോഡിൽ കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് വേണം. ഇവിടെ തന്നിരിക്കുന്നത് അലുമിനിയം ആണല്ലേ? ഓക്കെ, അലുമിനിയം തന്നിട്ടുണ്ട്. വിച്ച് സോൾട്ട് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ അലോങ് വിത്ത് അലുമിനിയം? ഇവിടെ അലുമിനിയം എടുക്കുമ്പോൾ അലുമിനിയത്തിന്റെ കൂടെ എടുക്കുന്നത് Al2 അലുമിനിയം നൈട്രേറ്റ് ആണ്, അലുമിനിയം സൾഫേറ്റ് ആണ്. SO4 എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് മൈൻഡിൽ ഉണ്ടാവണേ. അലുമിനിയം ആണെങ്കിൽ ഈ ഒരു സൊല്യൂഷനാണ് എടുക്കുക. കോപ്പർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കും. Zn ആണെങ്കിൽ Zn അങ്ങനെ എടുക്കും. അപ്പോൾ അലുമിനിയം ആണെങ്കിൽ ഇങ്ങനെയാണ്, അലുമിനിയം സൾഫേറ്റ് ആണ് എടുക്കുക. ഇഫ് എ മാഗ്നീഷ്യം റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. എടാ, അലുമിനിയവും കോപ്പറും ആയിരുന്നു ഞാൻ ആദ്യം എടുത്തത്. ഇവിടെ അലുമിനിയത്തിനായിരുന്നു റിയാക്ടിവിറ്റി കൂടുതൽ. ഇനി നമ്മളോട് പറയുന്നു ഈ കോപ്പറിന് പകരം എന്ത് വെക്കാൻ? മാഗ്നീഷ്യം വെക്കാൻ, Mg വെക്കാൻ. എന്ത് സംഭവിക്കൂടാ? ഇവിടെ നോക്കുമ്പോൾ Mgക്ക് അല്ലേ റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്രം Mg ടു Al ആയിരിക്കും റിയാക്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാവുക. ഇനി അടുത്തത് അറേഞ്ച് ദ
സി കോപ്പർ അലുമിനിയം മാഗ്നീഷ്യം ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. ഇത് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമുണ്ടോ? ഏറ്റവും മേലെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മേലെ ആരായിരിക്കും? ഏറ്റവും മേലെ മഗ്നീഷ്യം ആയിരിക്കും. ഓക്കെ, മഗ്നീഷ്യത്തിനെക്കാട്ടിലും താഴെ അലുമിനിയം ആയിരിക്കും, അലുമിനിയത്തിന്റെ താഴെ കോപ്പർ ആയിരിക്കും. ഇത് നേരെ താഴെയല്ല, റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുമ്പോൾ ഈ 3 എലമെന്റിന്റെ ഒരു റിയാക്ടിവിറ്റി ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ എ ഗാൽവാനിക് സെല്ല് സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് സിൽവർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഐഡന്റിഫൈ ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്. ഗാൽവാനിക് സെല്ലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലും സിൽവർ റോഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഇലക്ട്രോഡിലായിരിക്കും ഇവിടെ ഓക്സിഡേഷൻ നടക്കുക? ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഓക്സിഡേഷൻ നടക്കുക റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുക റിയാക്ടിവിറ്റി കൂടിയതായിരിക്കാം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലുള്ള സിങ്ക് റോഡിലായിരിക്കും. വാട്ട് ഈസ് എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? സിമ്പിൾ ആടാ. ഗാൽവാനിക് സെല്ലിലെ കെമിക്കൽ എനർജി എന്താവും? നേരെ ഇലക്ട്രിക്കൽ എനർജിയാവും. ഓക്കെ, ഇനി മറ്റേതാണെങ്കിലോ ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലോ ഇലക്ട്രോലിറ്റിക് എനർജി നേരെ തിരിഞ്ഞ് കെമിക്കൽ എനർജി ആവും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രോലിറ്റിക് സെൽ? എന്താല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഇലക്ട്രിക്കൽ എനർജി നേരെ കെമിക്കൽ എനർജി ആവും. ഇൻ വിച്ച് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലിറ്റിക് സെൽ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോലിറ്റിക് സെല്ലും ഗാൽവാനിക് സെല്ലും തമ്മിലുള്ള ആകെയുള്ള ഒരു വ്യത്യാസം, ആനോഡ് ഗാൽവാനിക് സെല്ല് നെഗറ്റീവിലേക്കും ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യും. വേറൊരു വ്യത്യാസമല്ല, ഏത് സെല്ലിലായാലും ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുക ആനോഡിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ചെയ്യുക ആനോഡ്. ഇനി ഇവിടെ നേരെ മറിച്ച് ഗാൽവാനിക് സെല്ലിൽ തന്നാലും ഓക്സിഡേഷൻ ആനോഡിലാണ്. ഓക്കെ, ഇനി അടുത്തത്. ഞാനൊരു 2 ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ. ZnCuSO4ലും മറ്റേത് CuZnSO4ലും ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഐഡന്റിഫൈ ദ ബീക്കർ ഇൻ വിച്ച് കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ്. ഏത് ബീക്കറിലായിരിക്കും? നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് കുറഞ്ഞ എലമെന്റിൽ ഇറക്കി വെക്കണം. കൂടിയ എലമെന്റ് കുറഞ്ഞതിൽ ഇറക്കി വെച്ചത് ഇവിടെ ZnCuSO4ൽ ഇറക്കി വെച്ചല്ലേ. കാരണം എന്താ? Zn റിയാക്ടിവിറ്റി കൂടുതലാണ്, Cu റിയാക്ടിവിറ്റി കുറവാണ്. അത് തന്നെയാണ് കാരണം. ഇനി അടുത്തത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. ഞാൻ എഴുതി തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാം റിഡോക്സ് റിയാക്ഷൻ ഞാൻ നേരത്തെ എഴുതി തന്നതാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് കുറഞ്ഞ എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുക, ഒന്ന് മറ്റേതായിട്ട് മാറുക. ഇവിടെ Zn പ്ലസ് CuSO4 gives ZnSO4 പ്ലസ് Cu. അതെ, ഇവിടെ Zn Cuവിന്റെ അവിടെ കയറിയിരിക്കുന്നുണ്ട്, ഡിസ്പ്ലേസ് ആണ്. ഇവിടെ Cu ഉണ്ട്, Ag ഉണ്ട്. Cuവിന്റെ റിയാക്ടിവിറ്റി Agനെക്കാട്ടിലും കൂടുതലാണ്, അപ്പൊ Cu കയറിയിരിക്കുന്നുണ്ട്, അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് മൂന്ന് Cന്റെ മുന്നേ D നോക്കാം. Mg Cu ഉണ്ട്, Mg ആണ് റിയാക്ടിവിറ്റി കൂടുതൽ, Mgയും Cuവിന്റെ അവിടെ കയറിയിരിക്കുന്നുണ്ട്, അതും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ 3 ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ 4ാമത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലാന്ന് ലോജിക്ക് വെച്ച് നമുക്ക് മനസ്സിലാവും. ഇനി അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് ചാപ്റ്ററാണ്? 6ാമത്തെ ചാപ്റ്ററിലെ. 6ാമത്തെ ചാപ്റ്ററിൽ എന്താ CaCO3 ലൈം സ്റ്റോൺ എടുത്തിട്ട്, അതായത് അയണിന്റെ പ്രൊഡക്ഷനിലുള്ളതല്ലേ, ഇതും CaCO3 വിഘടിച്ചിട്ട് CaO പ്ലസ് CO2 ആയി മാറുകയാണ്. അത് ഒരിക്കലും ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ല. അപ്പൊ ഇവിടെ ഉത്തരം CaCO3 ആണ്. ഇനി അടുത്തത് അനലൈസ് ദ പിക്ചർ ഗിവൺ ബിലോ. എടാ, ഈ പിക്ചർ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇലക്ട്രോ പ്ലേറ്റിംഗിലല്ലേ. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിന്റെ കോട്ടിങ് നിർമ്മിക്കുന്നതിനെയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യന് വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് എ ഇലക്ട്രോലൈറ്റ്. എടാ, കോപ്പർ കോട്ട് ചെയ്യണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ തന്നെ വേണം. ഇനി അടുത്ത റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുകയായിരിക്കും. ഇവിടുത്തെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ Cu ഇതല്ലേ ആനോഡ്, പോസിറ്റീവിലേക്ക് കൊടുത്തത് പോസിറ്റീവ് ഇതല്ലേ ആനോഡ്. Cu gives Cu2 പ്ലസ് 2 ഇലക്ട്രോൺ. ഇനി കാഥോഡാണെങ്കിലോ, കാഥോഡ് ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മൾ എഴുതുന്നു കാഥോഡ് 2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇത് കാഥോഡിൽ നടക്കുന്നു. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗിൽ ആകെ 2 റിയാക്ഷനെ പഠിക്കാനുള്ളൂ. എന്തെങ്കിലും പഠിക്കാണ്ട് അപ്പോൾ Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ആകുന്നു, അതിന്റെ നേരെ റിവേഴ്സ് ആകുന്നു അപ്പുറത്ത്. ഓക്കെ, ഇനി അടുത്തത് ദ കോമ്പൗണ്ട് ഫോം ഡ്യൂറിംഗ് ദ ഇലക്ട്രോലിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് HCl. എടാ, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ റിയാക്ടിവിറ്റി സീരീസിന്റെ ഉപയോഗങ്ങൾ 3 പഠിക്കുന്നുണ്ട്. അതിൽ അവസാനത്തെ ഉപയോഗമാണ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപയോഗം. ഹൈഡ്രജൻ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന്റെ മുകളിലാണെങ്കിൽ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും, താഴെയാണെങ്കിൽ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ Ag ഗോൾഡും സിൽവറും ഹൈഡ്രജന് താഴെയാണ്, ബാക്കിയൊക്കെ ഹൈഡ്രജന് മേലെയല്ലേ. അങ്ങനെയെങ്കിൽ ഇതല്ലേ കനോട്ട് ഡിസ്പ്ലേസ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് ആർക്കാ? ഈ ഒരു ഗോൾഡിനും സിൽവറിനും. ഇനി അടുത്തത് നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ സെൽ ബിക്കം ഡെഡ്
വെൻ ദ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ ഈസ് യൂസ്ഡ് അപ്പ്. ഡ്രൈ സെല്ല് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും പഠിക്കാനുണ്ട്. ഡ്രൈ സെല്ല് ഒരു പ്രൈമറി സെല്ലാണ്. അപ്പൊ അത് വെച്ചിട്ട് പ്രൈമറി സെല്ലാന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടും. റൈറ്റ് ഇറ്റ്സ് അനദർ ഡിമെറിറ്റ്സ്. ആകെ നമുക്ക് ഈ 2 ഡിമെറിറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് സിംഗിൾ യൂസേ പറ്റുള്ളൂ. പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് രണ്ടും ആണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഫ്യൂവൽ സെല്ല് ഉണ്ട്. ഫ്യൂവൽ സെല്ല് ചോദിക്കാം, പക്ഷേ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല. ഫ്യൂവൽ സെല്ലിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അതിന് എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ അതുപോലെ അത് ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഹൈഡ്രജൻ, മീഥേനും പോലുള്ള നമ്മളെ എൻവയോൺമെന്റിന് ഹാംലെസ് അല്ലാത്ത, ദോഷകരമല്ലാത്ത വാതകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂവൽ സെല്ല് പ്രവർത്തിപ്പിക്കുന്നത്. അതിന് എഫിഷ്യൻസി കൂടുതലാണ്, ലൈഫും കൂടുതലാണ്. ആ ഒരു കാര്യം മനസ്സിലുണ്ടായാൽ മതി. ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇതിൽ വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ 7 ചാപ്റ്ററിന് ഏകദേശം സെയിം വെയിറ്റേജ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് വെയിറ്റേജ്, ഒരു 1-2 മാർക്കിന്റെ വെയിറ്റേജ് കൂടുതലുണ്ട്. ഏകദേശം അതിന് തൊട്ട് താഴെ കിടക്കുന്ന ചാപ്റ്ററുകളിൽ പെട്ട ഒരു ചാപ്റ്ററാണ് മെറ്റൽസ്, ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ അയിരുകളുടെ ഒരു പ്രത്യേകതകൾ, പിന്നെ ഒരു 5 എലമെന്റ്സിന്റെ അലുമിനിയം, അയൺ, സിങ്ക്, കോപ്പർ, ടിന്ന്, ഇതിന്റെയൊക്കെ അയിരുകളുടെ പേരും കെമിക്കൽ ഫോർമുലകളും ഉണ്ടല്ലോ. അത് ആ ഒരു ബോക്സ് നമ്മളെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും അത് നമ്മൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ നമ്മൾ 3 പ്രോസസ്സുകൾ, കോൺസെൻട്രേഷന്, പിന്നെ അതുപോലെ അതിൻ്റെ എക്സ്ട്രാക്ഷന്, പിന്നെ റിഫൈനിങ്. അപ്പോൾ ഓരോ കോൺസെൻട്രേഷന് 4 മെത്തേഡ് ഉണ്ട്. പിന്നെ എക്സ്ട്രാക്ഷന് അതിൽ ഒന്ന് ഓക്സിഡൈസ് ചെയ്യാനുണ്ട്, പിന്നെ റിഡ്യൂസ് ചെയ്യാനുണ്ട്. റിഫൈനിങ്ങിൽ നമ്മൾ 3 മെത്തേഡ് പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് അത് പഠിക്കാനുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് അയൺ, പിന്നെ മെയിനായിട്ട് പ്രൊഡക്ഷൻ ഓഫ് നമ്മൾ അലുമിനിയം. ബാക്കി 2 പ്രൊഡക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറില്ല. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ്, അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹെമറ്റൈറ്റ് യൂസിങ് എ ബ്ലാസ്റ്റ് ഫർണസ്. ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയണിന്റെ ഓറാണ്. ഓക്കെ, വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്? ആരായിട്ടാ? അയണിന്റെ എക്സ്ട്രാക്ഷനിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് ആണ് എന്ത് റെഡ്യൂസിങ് ഏജന്റ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. അവിടെ CaCO3 പ്ലസ് ഹീറ്റ് ഗീവ്സ് എന്താകും? നമുക്ക് സ്ലാഗ് ഉണ്ടാക്കാനുണ്ട്. അതായത് നമ്മുടെ താഴത്ത് തന്നിട്ടുള്ളത് ആ സ്ലാഗ് കണ്ടുപിടിക്കാനാണ്. ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേർന്നിട്ട് സ്ലാഗ് നിർമ്മിക്കാൻ. ഈ സ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസും പിന്നെ അതിനോടൊപ്പമുള്ള ഫ്ലക്സും കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ഫ്ലക്സിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈം സ്റ്റോൺ ആയിട്ടുള്ള CaCO3 നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ ചാർജിന്റെ കൂടെ, ചാർജ് എന്ന് പറഞ്ഞാൽ അയൺ ഓർ ലൈം സ്റ്റോൺ പിന്നെ കോക്ക്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇടുക. അതിനാണ് ചാർജ് എന്ന് പറയുക. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ CaCO3 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഘടിക്കും, എന്നിട്ട് CaO പ്ലസ് CO2 ആയി മാറും. അപ്പോൾ എലിമെന്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഈ B ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ എന്റെ സ്ഥാനത്താണ് നമ്മൾ എഴുതേണ്ടത്. A = CaO ആണ്. ഇനി CaO പ്ലസ് SiO2 ഗീവ്സ്. CaOന്റെ ഇപ്പോൾ SiO2 കൂടി ചേർന്നാൽ അത് കൂട്ടിയാണ് എഴുതിയാൽ മതി. B എന്ന് പറഞ്ഞാൽ CaSiO2 ഇതാണ് സ്ലാഗ്. ഓക്കെ, ഫ്ലക്സ് ഗ്യാങ് കൂടി ചേർന്നാൽ സ്ലാഗ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് A ഇൻ ദിസ് റിയാക്ഷൻ? നേരത്തെ പറഞ്ഞു എന്താണ് ഈ A ആക്ട് ആസ് CaO, കാൽഷ്യം ഓക്സൈഡ് ആക്ട് ആസ് എന്താ? സ്ലാഗ് ആണോ, ഫ്ലക്സ് ആണോ, ഗ്യാങ് ആണോ? ഫ്ലക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല, അതായത് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പക്ഷെ അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കി വെക്കണം. കാരണം ഇതൊരു 1-2 മാർക്കിനല്ല ചിലപ്പോൾ ചോദിക്കുക, 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചു വരാറുണ്ട്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്മൾ അലുമിനിയം ഈസ് മാനുഫാക്ചേർഡ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. അലുമിന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ Al2O3 ഓടി വരണം കേട്ടോ. അത് നമ്മളെ മനസ്സിലുണ്ടാവണം. ആ ഒരു പ്രൊഡക്ഷന്റെ ബാക്കിയുള്ള റിയാക്ഷൻ ഒന്നും ഓർത്തില്ലെങ്കിലും Al2O3 ആണ് അലുമിന എന്നുള്ള ഒരു ബോധം നമ്മളെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് അത് ആഡ് ചെയ്യുന്നു ക്രയോലൈറ്റിന്റെ കൂടെ. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ്? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രയോലൈറ്റ് അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിൽ എന്തിന് യൂസ് ചെയ്യുന്നു? 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആ ഒരു ക്രയോലൈറ്റിന്റെ ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുതി കടത്തിവിടുന്ന ആ ഒരു ശേഷി കൂടാൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ഈ അലുമിന എന്ന് പറയുന്ന സംഭവം, ഇത് നമ്മളൊരു ഇലക്ട്രോലൈറ്റ് ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് സ്റ്റേജിലാണ്.
ഈ Al2O3 ലിക്വിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏകദേശം 2017 ഡിഗ്രിയിൽ ചൂടാക്കണം. ഓക്കെ, ഈ 2017 ഡിഗ്രിയിൽ ചൂടാക്കണമെങ്കിൽ അത്രയും എനർജി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ക്രയോലൈറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ക്രയോലൈറ്റിന്റെ 2 യൂസേജ് ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഇതെന്തായാലും ഒന്നെങ്കിൽ മോഡൽ എക്സാമിനോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനോ ഇതിലേതെങ്കിലും ഒന്നിനെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. വിച്ച് അയൺ ആർ പ്രസന്റ് ഇൻ അലുമിന? ഏതൊക്കെ അയൺസ് ആടാ? Al2O3 അല്ലേ ഞാൻ പറഞ്ഞേ, Al2O3. ഓക്കെ, നമ്മുടെ ആകെ 2 അയൺ ഉണ്ടാവുള്ളൂ, Al3+ഉം O2-ഉം. അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ഉം ആണ്, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- ആണ്. ഓക്കെ, ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ് ആണെന്നും ഇതൊന്നും നമ്മൾ മനസ്സിൽ നോക്കണ്ട. റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഇലക്ട്രോൺസിനെ നമ്മൾ വാങ്ങണം. ഇലക്ട്രോൺസിനെ വാങ്ങണമെങ്കിൽ ഇവിടെ Al2 ആണ് നമ്മൾ പ്ലസ് Al3+ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. 2 അയൺസ് Al3+ഉം O2-ഉം. 3+ ഉള്ള എലമെന്റ്സ് അല്ലേ, അയൺസ് അല്ലേ നമ്മൾ ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് റിഡക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഇവിടെ അലുമിനിയത്തിനാണ് റിഡക്ഷൻ സംഭവിക്കുക. അലുമിനിയത്തിന്റെ കൂടെ Al3+ + 3 ഇലക്ട്രോൺ വന്നിട്ട് നേരെ എന്താവും? അലുമിനിയം ആയിട്ട് മാറും. കിട്ടിയോ? ഞാൻ പറയുന്നു, അലുമിനിയത്തിന്റെ റിയാക്ഷൻ നിങ്ങൾ കൂടുതൽ അതിന്റെ ആ ഒരു തുടക്കത്തിലുള്ള ടെക്സ്റ്റിൽ ഉണ്ടാവും, അലുമിനിയം ഉണ്ടാകുന്ന ആ പ്രോസസ്സും ആ കാര്യങ്ങളൊക്കെ. ഇനി ഇൻ കേസ് നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയും, ആ ഒരു റിയാക്ഷൻസ് ചോദിച്ച് കാണാറില്ല. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അലുമിനിയം എന്താണ്, ക്രയോലൈറ്റ് എന്താണ്, ക്രയോലൈറ്റ് എന്തിനു യൂസ് ചെയ്യുന്നു, അതിന്റെ പിന്നെ അതുപോലെ ഈ ഒരു കാഥോഡിലും ആനോഡിലും നടക്കുന്ന ഒരു റിയാക്ഷൻസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു ഇൻകംപ്ലീറ്റ് റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്താ? ZnCO3 ZnCO3 എന്താടാ? സിങ്ക് ബ്ലെൻഡ് ആണോ കലാമിൻ ആണോ? കലാമിൻ അല്ലേ. ZnS എന്താ? സിങ്ക് ബ്ലെൻഡ് അല്ലേ. ഓക്കെ, ഈ ഒരു 2 റിയാക്ഷൻ ഇൻകംപ്ലീറ്റ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ X-ഉം Y-യും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. X-ഉം Y-യും എടാ, ഇത് കണ്ടാൽ അറിയാം, ഇത് രണ്ടും ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തോ കിട്ടുന്നു. ഈ പ്രോസസ്സ് നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്? ഓക്സിഡേഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ അല്ലേ. ഓക്സിഡേഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓറിന് നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്യും. ഒന്ന് ഓക്സിജൻ കടത്തിവിട്ടിട്ടും യൂസ് ചെയ്ത് പ്രോസസ്സ് ഉണ്ട്, ഒന്ന് ഓക്സിജൻ കടത്തിവിടാതെയും പ്രോസസ്സ് ഉണ്ട്. അതിൽ ഓക്സിജൻ കടത്തിവിടാത്ത ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് എന്തായിരുന്നു? കാൽസിനേഷൻ. മറ്റത് എന്തായിരുന്നു? റോസ്റ്റിംഗ്. ഓക്കെ, റോസ്റ്റിംഗിൽ ഓക്സിജൻ നമ്മൾ കടത്തിവിടും. ഇവിടെ ZnS + O2 പ്ലസ് ഹീറ്റ് ഗീവ്സ് സംതിങ് ആണ്. അപ്പോൾ ഈ രണ്ടാമത് കാണുന്ന റിയാക്ഷൻ ആണ് റോസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഇത് രണ്ടും റിയാക്ഷൻ നടന്നിട്ട് അതിന്റെ ഓക്സൈഡുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും Zn ഓക്സൈഡ് ആണ് ഉണ്ടാവുക, മേലെയും Zn ഓക്സൈഡ് ഉണ്ടാവുക. ഇനിയിപ്പോൾ മനസ്സിൽ Zn ഓക്സൈഡ് വന്നിട്ടില്ല എന്ന് വെച്ചോ, നമ്മൾ ലോജിക്കലി എന്ത് ചെയ്യും? ഇവിടെ എന്തുണ്ട്? ZnCO3 ഉണ്ട്. ഇവിടെ നമുക്ക് വിട്ട് ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് പൂരിപ്പിക്കാൻ, പിന്നെ ഒരു CO2 ഉണ്ട്. എടാ, ഇതിൽ നിന്ന് നമ്മൾ ഒരു കാർബണും 2 ഓക്സിജൻ എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് Zn ഒന്നും കിട്ടിയില്ലേ? ഇനി ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ A പാർട്ട് കിട്ടി നമുക്ക്. ഇനി അടുത്ത B പാർട്ട്, ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? ഞാൻ പറഞ്ഞിട്ട് ആവശ്യമുണ്ടോ? കാൽസിനേഷനും റോസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആകുമെന്നുള്ളൂ. ഓക്സിജൻ ഒന്നിൽ കടത്തിവിടും, മറ്റേത് ഓക്സിജൻ ഇല്ലാതെയാണ് റിയാക്ഷൻ നടക്കുക. ഇനി അടുത്തത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ തരും, അതിൽ ഓറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തരും. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ. അടുത്തത്, ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. എടാ, ഓർ പാർട്ടിക്കിൾസ് ഇമ്പ്യൂരിറ്റീസിനെക്കാട്ടിലും ഹെവിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടാ, ജലപ്രവാഹത്തിലൂടെ കഴുകിയാലല്ലേ ഓർ താഴെ കിടക്കുമ്പോൾ മേലുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇത് നമ്മൾ നേരെ മാച്ച് ചെയ്യുക, ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹം. ഇനി അടുത്തത്, ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ എന്ത് ചെയ്യും? ലൈറ്റർ ആണെങ്കിൽ ഓർ പാർട്ടിക്കിൾ മേലെ പൊന്തി കിടക്കില്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ നേരെ ചെയ്യുക ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലേ, പൈനോയിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ഓർമ്മയല്ലേ. ഇനി അടുത്തത്, മാഗ്നറ്റിക് നാച്ചർ ഓഫ് ഓർ. ഇത് കേട്ടിട്ട് ഇതെങ്ങാനും തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മാഗ്നറ്റ് ഇപ്പുറത്തും ഉണ്ടാവും, അപ്പുറത്തും മാഗ്നറ്റ് ഉണ്ടാവും. അത് നേരെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെവിഗേഷൻ ചെയ്യുക നമ്മൾ ഓക്സൈഡുകളെയാണ്. ഇവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യുക സൾഫൈഡുകളെയാണ്. ഇതൊന്നും മനസ്സിലുണ്ടാവണം. നമുക്ക് ഒരു റിയാക്ഷൻ തന്നിട്ട് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ ചിലപ്പോൾ ഒരു ലാസ്റ്റ് ഒരു സൾഫർ ഉണ്ടാവും, അതിൽ ചിലപ്പോൾ ഒരു ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് പ്രോസസ്സ് വഴിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യം ഓർത്ത് വെക്കുക, ലെവിഗേഷൻ ഓക്സൈഡ് ആണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ സൾഫൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ആൻഡ് സിങ്ക് ബ്ലഡ് ആർ ദ ഓസ് ഓഫ് സിങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞു. വിച്ച് ഓഫ് ദം ക്യാൻ ബി കൺവേർട്ടഡ് ടു സിങ്ക് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ. എടാ, ZnSലല്ലേ സൾഫൈഡ്. ഈ ഓക്സൈഡ് അതായത് ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ മറ്റേത് ZnCO3 അല്ലേ. ഓൾറെഡി കലാമിനിൽ എന്തുണ്ട്? കലാമിനിൽ ഒരു ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ കലാമിൻ എന്ത് ചെയ്യണ്ട? ZnS റോസ്റ്റിംഗ് വഴിയായിരിക്കും നമ്മൾ ഓക്സിഡേഷൻ നടത്തുക. കലാമിൻ
ZnCO3 നമ്മൾ കാൽസിനേഷൻ വഴി ആയിരിക്കും റിഡക്ഷൻ നടത്തുക. കാരണം എന്താ, ഇവിടെ ഓൾറെഡി ഒരു ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഓക്സിജൻ കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ZnCO3 ഓക്സിഡേഷൻ സംഭവിച്ച് കാൽസിനേഷൻ വഴി ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ZnO + CO2 ആയി മാറും. ആ ഒരു പ്രോസസ്സ് നേരത്തെ മേലെ പൂരിപ്പിച്ച് കാണിച്ചെന്നില്ലേ, അതേ റിയാക്ഷൻ എടുത്ത് എഴുതിയാൽ മതി. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്. നേരത്തെ ആ റിയാക്ഷൻ എടുത്ത് എഴുതാം. എയും ബിയും കിട്ടിയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം. അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. ഇലക്ട്രിസിറ്റി, കാരണം അലുമിനിയത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ്സിനൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, വൈ ഈസ് ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന. ഞാൻ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാർട്ടിൽ തന്നെ 2 വട്ടം ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു മോഡലിനോ പബ്ലിക്കിനോ നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ആ 2 പ്രത്യേകതകൾ എഴുതി വെക്കാം. ഓക്കെ, അയൺ ഈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അയൺ ഈസ് എ വെരി യൂസ്ഫുൾ മെറ്റൽ. എന്നിട്ട് പറയാണ് വൈ ഈസ് ലൈം സ്റ്റോൺ ആഡഡ് along with the iron or to the blast furnace. ഞാൻ പറഞ്ഞു അയണിന്റെ നിർമ്മാണത്തിൽ ചാർജ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബ്ലാസ്റ്റ് ഫർണസിന്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. ഈ ചാർജിൽ എന്തൊക്കെയുണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട് പ്ലസ് അയണിന്റെ ഓർ ഉണ്ട് പ്ലസ് കോക്ക് ഉണ്ട്. ഈ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ CaCO3 ആണ്. ഈ CaCO3 വിഘടിച്ചിട്ട് എന്താകും, CaO + CO2 ആകും. ഈ CaO കാൽഷ്യം ഓക്സൈഡിന്റെ അതായത് ഫ്ലക്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് CaCO3 നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് എഴുതി വെച്ചാൽ മതി. അതായത് ഈ ഒരു റിയാക്ഷൻ ചെയ്താൽ CaCO3 gives CaO + CO2 ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലക്സ്. അങ്ങനെ ഒരു 2 സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു 2 സെന്റൻസിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുക. കൂടുതൽ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു റിയാക്ഷൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് അയൺ ഓർ. അയൺ ഓറിന്റെ നിർമ്മാണത്തിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? നേരത്തെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അയൺ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഇലക്ട്രിസിറ്റി ആണോ, അതോ കാർബൺ മോണോക്സൈഡ് ആണോ? കാർബൺ മോണോക്സൈഡ് അല്ലടാ, കാരണം കോക്ക് നമ്മൾ ഇടുന്നുണ്ട്. കോക്ക് ഇട്ടിട്ട് ഓക്സിജനും കോക്കും ആ റിയാക്ഷൻ ഓർമ്മയല്ലേ, C+O gives CO2 വീണ്ടും നമ്മൾ ഇടുന്നു. പിന്നെ അങ്ങനെ കാർബൺ മോണോക്സൈഡ് കിട്ടുന്ന ആ റിയാക്ഷൻ ഓർമ്മയല്ലേ. ആ റിയാക്ഷൻ ഇനി കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതകൾ, ആ റിയാക്ഷനിൽ നിന്നും കിട്ടുന്ന ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലുണ്ടാവും. അതായിരിക്കും നമ്മൾ എക്സാമ്പിൾ ഉണ്ടാവുക. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ്. എടാ, ബ്ലാസ്റ്റ് ഫർണസിന് കിട്ടുന്ന അയണിൽ ഏകദേശം 4% ഓഫ് ഇമ്പ്യൂരിറ്റീസ് വീണ്ടും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ അയൺ പറയുന്ന പേരെന്തായിരുന്നു? കാസ്റ്റ് അയൺ ആണോ? അല്ല, പിഗ് അയൺ ആണ്. കാസ്റ്റ് അയണും റോട്ട് അയണും അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ടെക്സ്റ്റിലുണ്ട്. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇമ്പ്യൂരിറ്റീസ് ആണെന്നൊക്കെ. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ അലോയ്സ്. ഇത് നമ്മൾ ഒന്ന് കാണാതെ പഠിക്കേണ്ട ആ ഒരു പോർഷനാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ മൈൻഡിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുണ്ട്. ഇത് ഈ ഒരു പാർട്ട് മാത്രം നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതായത് വാട്ട് ആർ അലോയ്സ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3 മെറ്റൽസിന്റെ ഒരു മിശ്രിതമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക 3, 4 മെറ്റൽസ് കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കുന്നതാണ് അലോയ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ബി പാർട്ട്, ഇത് ഞാൻ പറയും ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ അതുപോലെ നിങ്ങൾ കാണാതെ പഠിച്ചെഴുതണം. ഞാൻ ഒരിക്കലും പറയില്ല. ഇനിയിപ്പോൾ എക്സാമിന്റെ തലേന്ന് അതിരുന്ന് കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ 2, 3 മെറ്റൽസ് കൂട്ടിച്ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു കോമ്പൗണ്ട്സ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറിനെയാണ് അലോയ്സ് എന്ന് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. എക്സാം പേപ്പർ ലിബറൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ കോമ്പണൻസ് ഓഫ് അലോയ്സ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. എടാ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഏതൊക്കെയാണ് എലിമെന്റ്സ് ഉള്ളത്? ടെക്സ്റ്റിൽ ആ ടേബിൾ ഞാൻ പറഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീലിന് മാത്രമല്ല ബാക്കി അലോയ്സിന്റെ ഒക്കെ ആ ടേബിൾ ഉണ്ട്. അതിലുള്ള അതേപോലെ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ദ അലോയ് സ്റ്റീൽ യൂസ്ഡ് ഇൻ ദ കോർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റിൽ ഏതാ അലോയ യൂസ് ചെയ്യുന്നത്? ഇതും നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിർത്തി അങ്ങനെ പോകും. നിങ്ങൾ പിന്നെ വായിച്ചു നോക്കില്ല. ഈ ഭാഗം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേബിളിന്റെ ഭാഗത്ത് അതിന്റെ ഒരു പ്രോപ്പർട്ടീസും യൂസസും ഉണ്ടാവും. അതിൽ നമുക്ക് മനസ്സിലാവും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്ന അലോയ് ഏതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അടുത്തതാണ്, ഇതും അലുമിനിയത്തിന്റെ പ്രൊഡക്ഷൻ അയണിന്റെ പ്രൊഡക്ഷനെ പോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഞാൻ പറയും കെമിക്കൽ റിയാക്ഷൻസ് കാണാതെ പഠിക്കല്ല വേണ്ടത്. ഇതിലുള്ള ആനോഡ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് വിച്ച് മെറ്റൽ ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഇത് അലുമിനിയാണ്. കണ്ടാൽ കുത്തണം അലുമിനിയത്തിന്. ഓക്കെ, അലുമിനിയം മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ ഇവിടെ? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് Al2O3 പ്ലസ് എന്തായിരുന്നു 2H2 അല്ലേ. അതായത് നമ്മൾ അലുമിനിയം വാട്ടറും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇലക്ട്രോലൈറ്റ്. പിന്നെ അതിൻ്റെ ഒപ്പം ക്രയോലൈറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഗ്യാസ് ഇസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. ഏത് ഗ്യാസ് ആടാ?
എടാ Al2O3 അല്ലേ, ഇതിൽ നിന്ന് ഇപ്പൊ ആകെ ഒരു ഗ്യാസ് അല്ലേ പുറത്തു വരാനുള്ളൂ, ഏതായിരിക്കും? ഓക്സിജൻ അല്ലേ. അപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. ഇനി അടുത്തത്, ദ ഓർ ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ. ഒരു ഹെമറ്റൈറ്റ് ഉണ്ട്, ഒരു മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഒരു കോപ്പർ പൈറൈറ്റ് ഉണ്ട്. വിച്ച് ഓഫ് ദീസ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ? എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആരെ ചെയ്യുക? സൾഫൈഡുകളെയാണ്. ഇതിൽ നോക്കടാ, ഹെമറ്റൈറ്റിൽ ഒരു സൾഫറിനെ കാണുന്നുണ്ടോ? മാഗ്നറ്റൈറ്റിൽ സൾഫറിനെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ കോപ്പർ പൈറൈറ്റിൽ ഒരു സൾഫർ ഉണ്ട്. അപ്പോൾ സൾഫൈഡ് ആയിട്ടുള്ള കോപ്പർ പൈറൈറ്റിനെയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വെച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ റീസൺ ഫോർ ചൂസിങ് ദിസ് മെത്തേഡ് ഫോർ കോൺസെൻട്രേഷൻ? കാരണം അത് സൾഫൈഡ് ആയതുകൊണ്ടാണ്. പിന്നെ എന്താ ഒരു റീസൺ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം ഇമ്പ്യൂരിറ്റീസ് ഓർ പാർട്ടിക്കിളിനെക്കാട്ടിലും ഹെവിയർ ആയിരിക്കും, ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. ഓക്കെ, നമ്മൾ ഒരു 4 കെമിക്കൽ ഇക്വേഷൻ നോക്കടാം. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാർബൺ, നമ്മൾ അയണിന്റെ പ്രൊഡക്ഷനുള്ള ഒരു റിയാക്ഷൻ ആട്ടോ അത്. ഇത് കാണുമ്പോൾ ഓർമ്മ വരണം. പിന്നെ അടുത്തതും അയണിന്റെ പ്രൊഡക്ഷൻ ആണ്. സോറി, ഇത് 4 അയണിന്റെ പ്രൊഡക്ഷനിലുള്ള ഇക്വേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാറുള്ളൂ. ഓക്കെ, ഈ ഒരു 4 റിയാക്ഷൻ നോക്കി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ, വായിച്ചു നോക്ക്. വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്? ഇനി ഞാൻ പറഞ്ഞു തരില്ല. ഓക്കെ, വിച്ച് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്ലാഗ്? ഏതാടാ സ്ലാഗ് ഉണ്ടാക്കാൻ? ഈ ഒരു 4ാമത്തെ റിയാക്ഷൻ അല്ലേ, CaO + SiO2, ഫ്ലക്സ് പ്ലസ് ഗ്യാങ്, സ്ലാഗ്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ആക്ടിവിറ്റി ഷോസ് ദ റിഡക്ഷൻ ഓഫ് ഓർ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉള്ള ഓക്സിജൻ എടുത്ത് കളയാം. ഇവിടെ Fe2O3 എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? Fe കിട്ടി. അപ്പൊ റിഡക്ഷൻ പ്രോസസ് ഇതാണ്. റൈറ്റ് ദ നെയിം ഓഫ് അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പിഗ് അയൺ ആണ്. ഓക്കെ, അങ്ങനെ ഏകദേശം നമ്മൾ ഇപ്പോൾ 4 ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സ്ലൈഡിലുള്ളതായിരിക്കും. ഇതിന്റെ പുറത്തുനിന്ന് വരുമെന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. ഏകദേശം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാവുന്ന ആ കൺസെപ്റ്റ് മുഴുവൻ ഞാൻ കവർ ചെയ്ത് തന്നിട്ടുണ്ട്.